6 മാസമായിട്ട് ചുമയുണ്ട്. ഇതിങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ ആ പ്രയാസത്തിൽ ചൂടുവെള്ളമൊക്കെ തന്നിട്ടുണ്ട്, ഒക്കെ കുഴപ്പമില്ല. അങ്ങനെ പോട്ടെ. ഞാനിതിൻ്റെ ഫ്ലാഷ് ബാക്ക് കുറച്ച് പിറകിലോട്ട് വരികയാണ് കേട്ടോ, പിറകിൽ വരികയാണ്. ഒന്നാമത്തെ രാജാവ് ഏതാണ്? ശൗൽ. രണ്ടാമത്തെ രാജാവിൻ്റെ പേര് ദാവീദ്. മൂന്നാമത്തെ രാജാവിൻ്റെ പേര് ശലോമോൻ. അതൊക്കെ നിങ്ങൾ പറയും, ഇനി പറയുന്നുണ്ടോയെന്നാണ് ഞാൻ നോക്കുന്നത്. നാലാമത്തെ രാജാവിൻ്റെ പേര് ഈ മൗനം ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ രാജ്യം രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടു, വടക്കേ ദേശം തെക്കേ ദേശം. യഹൂദ ഇസ്രായേൽ. യഹൂദ ഇസ്രായേൽ, ഒരു ഗോത്രം 10 ഗോത്രം. രഹബയാം യൊരേബയാം. അങ്ങനെ രാജ്യം രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ട് പോവുകയാണ്. 204 വർഷം ഒരു ഭാഗത്ത് രാജാക്കന്മാർ ഭരണം നടത്തി. 318 വർഷം മറുഭാഗത്ത് ആളുകൾ ഭരണം നടത്തി. 2 സ്ഥലത്തും 19 രാജാക്കന്മാർ വീതം ഭരിച്ചു. 19 38. ശൗൽ, ദാവീദ്, ശലോമോൻ 41. 41 രാജാക്കന്മാർ 411 വർഷമാണ് ഇസ്രായേലിനെ ഭരിച്ചത്. ഭരിച്ചത് എന്ന വാക്കിനേക്കാൾ നല്ലത് ഭരിച്ച് മുടിച്ച് തേച്ച് കഴുകിയത്, അങ്ങനെ പറയാ നല്ലത്. എന്താ കാര്യം? എല്ലാ രാജാക്കന്മാരും മരിക്കുമ്പോൾ ഒരു പദപ്രയോഗമുണ്ട്. ഈ രാജാവ് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, അങ്ങനെയാണ് മരിച്ചത്. അപ്പോൾ ഒരെണ്ണം ഗുണം വന്ന് മരിച്ചിട്ടില്ല. എന്തായിരുന്നു ഒരു പ്രശ്നമെന്നറിയാമോ? സിമ്രി, ശല്ലു, അധല്യ, ഒമ്രി, ഇങ്ങനെ കുറേ ആളുകളെയൊന്നും ലിസ്റ്റിൽപ്പെടുത്തിയിട്ടില്ല. കാരണം 1 മാസം 7 ദിവസം അട്ടിമറിയിലൂടെ രാജഭരണം പിടിച്ചെടുത്ത് ഭരിച്ചതുകൊണ്ട് അവരെ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടില്ല. അതൊഴികെയാണ് 41 കേട്ടത്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ ഈ 411 വർഷം എത്ര ശനിയാഴ്ച ഉണ്ടെന്നറിയാമോ? 25,000-ലേറെ ശനിയാഴ്ചയുണ്ട്. കണക്കാണെങ്കിലും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, വലിയ കണക്കൊന്നുമല്ല, ചെറിയ കണക്ക്. 25,000 ശനിയാഴ്ചകൾ, 411 ദിവസമുണ്ട്. ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ യഹൂദൻ എന്തുവാ? ശബ്ബത്ത്. അവരത് ആചരിച്ചില്ല. ആചരിച്ചത് ഹിസ്കിയാവ്, ശലോമോൻ തുടങ്ങിയ കുറച്ച് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. ആചരിക്കപ്പെട്ട ശബ്ബത്തുകൾ 2000-ആണ്. അപ്പം എത്ര കടം? 23,000 കടം. ഈ കടം മേടിച്ചാൽ കൊടുക്കണ്ടേ? കൊടുക്കണം. 23,000 ദിവസങ്ങൾ അവർ ആരാധനയ്ക്ക് പോയില്ല. അവർക്കൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആരാധനയ്ക്ക് പോയില്ല എന്നൊരു ഒന്നും സംഭവിച്ചില്ല. ഞാൻ 25 വർഷം 10 സഭകളിൽ പാസ്സായിരുന്നു. ഒരിക്കൽ ഒരു അച്ചായൻ 2-3 ആഴ്ച ആരാധനയ്ക്ക് വന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ ആരാധനയ്ക്ക് വരായിരുന്നേ? വന്നില്ലെന്നേ ഉള്ളൂ. ശരി. എന്നിട്ട് പുള്ളി പറയാം, വന്നില്ലാതിരുതി എന്താ പാസ്റ്റേ? വരുന്നവരെക്കാൾ അനുഗ്രഹം വരാതിരിക്കുന്ന എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, അതെങ്ങനെ? പാസ്റ്റർ സഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ വന്ന എല്ലാവരുടെയും പേര് പറയൂ? ഇല്ല. പക്ഷെ വരാതിരിക്കുന്നവരുടെ പേര് പറയത്തില്ലേ? ഇന്ന ആളുകൾ വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യാം? അപ്പം അങ്ങനെ സഭയായിട്ട് അനുഗ്രഹം എറിഞ്ഞു പിടിപ്പിക്കുകയാണ് വീട്ടിലിരിക്കുന്നവന്. അപ്പം അതുകൊണ്ട് വന്നവരെക്കാൾ അനുഗ്രഹം ആർക്കാണ്? വരാത്തവർക്കാണ്. അന്നാണ് എനിക്കും ആ ഗ്രാമർ മിസ്റ്റേക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, സഭായോഗത്തിന് വന്നവരെ അനുഗ്രഹിക്കണം. അടുത്തത് ഒരു പദം ചേർക്കും, ന്യായമായ കാരണത്താൽ വരാതിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. പിന്നെ മനസ്സിൽ അല്ലാത്തവരെ നല്ല കാരവടി കൊണ്ട് നല്ല മുട്ടുകൊടുത്ത് അടുത്ത ആഴ്ചയിൽ വരാൻ ദൈവം സഹായിക്കണം. അത് പരസ്യമായിട്ട് പറയില്ല, രഹസ്യമായിട്ട് പറയൂ. അപ്പോൾ ആളുകൾ ഈ 23,000 ദിവസങ്ങൾ ആരാധനയ്ക്ക് പോകാതിരുന്നിട്ടും ഒരു കുഴപ്പമില്ല. ബൈബിളിലെ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. യഹോവ ഞങ്ങളെപ്പോലെയുള്ളവനെന്ന് നിരൂപിച്ചു. ഒരു കുഴപ്പമില്ലാന്നേ, ആരാധനയ്ക്ക് പോയില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ യഹോയാക്കീൻ സിദക്കിയാവ്
3023, 832, 745. ടോട്ടൽ 4600 പേരെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ്. കണ്ണൊക്കെ കുത്തിപ്പൊട്ടിച്ച് ചങ്ങലൊക്കെ ഇട്ട് കൊണ്ടുപോവാണ്. അവിടെ ചെന്നപ്പം അവർക്ക് ആത്മീയതയുണ്ടായി. അവിടെ ചെന്നപ്പോൾ അവർ ഉടനെ കിന്നരത്തിൻ്റെ കമ്പികളൊക്കെ മുറുക്കി, ഞങ്ങളുടെ അപ്പൻ്റെ അപ്പൻ വായനയിൽ നിപുണനാണെന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങി. അവർ പറഞ്ഞു, നിങ്ങളുടെ യഹോവയുടെ ഗീതം ഇവിടെ പാടണ്ട. അങ്ങനെ കിന്നരങ്ങൾ അലര് വൃക്ഷത്തിൻ്റെ മേൽ തൂക്കിയിട്ടു. ചില ആളുകൾക്ക് ആത്മീകം വരണമെങ്കിൽ എവിടെ ചെല്ലണം? എവിടെ വരണം? ബാബേലിൽ വരണം. എൻ്റെ ഒരു കൂട്ടുകാരൻ പണ്ട് പറഞ്ഞു, ഇടാ ഞാൻ ഗൾഫിലേക്ക് പോവുക. ഞാൻ പറഞ്ഞ ആരാ വിളിച്ചേ? ആരും വിളിച്ചിട്ടില്ല. പിന്നെ എന്തിനാ പോണേ? അങ്ങോട്ട് പോവുക, കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവുക. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും പോകരുത്. ഞാൻ വല്ല കാലത്തൊക്കെ പോണതാണ്, അത് വിളിക്കുക, പോവുക. ആ ദിവസം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഖത്തറിൽ 10 ദിവസം പോയി. അത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയെ കൊണ്ടുവരട്ടെ, കൊണ്ടുപോവാ. 10 ദിവസം കഴിഞ്ഞ് 10-ാം ദിവസം ഇങ്ങോട്ട് പോന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും പോകരുത്. ഒന്നാമത് ഈ ക്ഷണിക്കപ്പെടാത്ത പാസ്റ്റർമാർ ചെല്ലുമ്പം വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഗൾഫിലൊരു ന്യൂസ് പരക്കും. എന്നാന്നറിയാമോ? ഒരു ഡെഡ് ബോഡി കരക്കടിഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു ഡെഡ് ബോഡി അനാഥപ്രേതം കരക്കടിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഏത് ബൗണ്ടറിയിലാണോ കിടക്കുന്നത്, ആ പോലീസ് സ്റ്റേഷൻകാർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പാക്കി തിരിച്ചയക്കേണ്ട ഗതികേടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പോകരുത്. പുള്ളി പറഞ്ഞു, ഞാൻ പോവുകയാണ്. തമിഴ്നാട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് 8 രൂപ പലിശയ്ക്ക് പൈസ എടുത്തുകൊണ്ട് പുള്ളി വണ്ടി കയറി അവിടെ ചെന്ന് ഒരു വീട്ടിൽ താമസം തുടങ്ങി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞു, ദുബായിലുള്ള എല്ലാവരുടെയും നമ്പർ എനിക്ക് തരണം. ഞാൻ പറഞ്ഞു, അവിടുത്തെ ഷെയ്ഖിനോട് ചോദിച്ചാൽ മതി, പുള്ളി എല്ലാവരുടെയും നമ്പറും ഒക്കെ തരും, എൻ്റെ കയ്യിലൊന്നും ഇല്ല. അല്ല, നീ പോയ സ്ഥലത്ത് തരണം. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും കൊടുക്കാൻ മേലിടവേ. കാരണം നമ്മൾ കൊടുത്ത ആരാ തന്നത്? എന്നയാൾ. അവരെന്നെ വിളിച്ചിട്ട് പറയും, ഇപ്പോൾ ആവശ്യം എന്നെ പണിയാണ് കാണിച്ചു. എന്തിനാണ് വെറുതെ ഓരോരോ തമ്മിത്തലുണ്ടാക്കുക? പിന്നെ ഒരു കുഴപ്പമില്ലാത്ത 1-2 പേരുടെ കൊടുത്തു. അപ്പോൾ എന്നോട് പറയുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന മുറിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളാണ്, ബിജിയോടും പറയണം. ഞാൻ പറഞ്ഞു, പറയാം. വന്നാൽ ഷർട്ടിൻ്റെ തുണി പോലും തരികയില്ലെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാം, നീ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. മുട്ടുകുത്തിയില്ലേ? മുട്ടുകുത്തി. കരഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, ഇതെങ്ങനെയാണ് കരയണത്? കരഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, സൗകര്യമില്ല. അല്ലെ, കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ കരയുന്ന ഒരു കരച്ചിലുണ്ടല്ലോ, കർത്താവേ ഇങ്ങനെ കരയാം. അത് കാറിൻ്റെ വൈപ്പർ ഇടുന്ന പോലെയുള്ള, കണ്ണുനീരൊന്നുമില്ല, ശബ്ദം അങ്ങനെ കർത്താവേ ഇങ്ങനെ കാണിക്കുന്നത്. കരച്ചിലൊന്നും ഒരു ബന്ധം അതിനില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ മനുഷ്യന് ഒരു മനസ്സിന് സങ്കടവും ഒക്കെ ഉണ്ടാകുമ്പോഴല്ലേ കരയുള്ളൂ, അല്ല ചുമ്മാ എന്നുകൊണ്ട് കരയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അപ്പോൾ ഇടാൻ മീറ്റിംഗ് ഒന്നും കിട്ടണില്ലടാ. അപ്പം ഞാൻ പറഞ്ഞു, അതല്ല, ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, ഇവിടെ ഒരു 21 ദിവസം ഇരുന്നിട്ട് പോയാൽ മതിയെന്ന്. അപ്പം നിങ്ങൾ ഇരുന്നില്ലല്ലോ. അവിടുത്തെ സംഭവം എന്താ ബാക്കി കേൾക്കണോ നിങ്ങൾക്ക്? ബൈബിൾ കോളേജിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ പുള്ളി നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആളാണ്. നല്ല മസിൽമാനാണ് പുള്ളി. ചപ്പാത്തിയൊക്കെ ഇടിച്ചാണ്ടല്ലോ, ജയിൽ പുള്ളികളുടെ ചപ്പാത്തി പോലെ ഇരിക്കും. ഇടിച്ച് ദേഷ്യം കൊണ്ട് ഇടിക്കണതാണ്. അങ്ങനെ ഇടിച്ച് നല്ല ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ അവിടുത്തെ അങ്കിളും ആൻറ്റിയും ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ ഒരു ദിവസം പുള്ളി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. അത് കഴിച്ച അങ്കിള് പറഞ്ഞു, പാസ്റ്ററേ അടിപൊളി, ഇനി ഇവിടുന്ന് പോകുന്നവരെ പാസ്റ്റർ ഉണ്ടാക്കിയാൽ മതി. അതിൻ്റെ പിറ്റേ ദിവസം പുള്ളി അതിൻ്റെ കറി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, അതും അടിപൊളി. എന്തിനു പറയുന്നു? വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് കരുതി ഒരു ദിവസം തൂത്ത് തുറച്ചിട്ടു. അങ്ങനെ ഇപ്പം ആ വീട്ടിലെ ഒരു സെർവൻ്റാണ് പുള്ളി. എല്ലാ പണിയും പുള്ളി ചെയ്യാണ്, കൃപാവര പ്രാപ്തനാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് കരച്ചിൽ വേണമെങ്കിൽ എവിടെ കൊണ്ടുപോകണം? ഇപ്പം മരുഭൂമിയിൽ കൊണ്ടുപോകണമെന്നാണ് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങൾ വരുന്നതിന് മുൻപ്, പ്രതിസന്ധികൾ വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ 5 ദിവസം ഇരിക്കാൻ തീരുമാനിച്ചല്ലോ, ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് മാറും, സംശയമില്ല. അങ്ങനെ അവിടെ ബാബേൽ പ്രവാസം എത്ര കൊല്ലാന്നറിയാമോ? 70 വർഷം.
യഹൂദനൊരു വർഷം എത്ര ദിവസമാണെന്നറിയാമോ? ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ 14 28, പൗർണമവാസി അമാവാസി 28 × 2 30 × 12 360. 70 × 360 എത്രയാണെന്നറിയാമോ? 23,000-ൽ പരം ദിവസങ്ങൾ. കണക്ക് കിട്ടിയോ? അപ്പം നിങ്ങൾ എന്നെ നോക്കുന്നു, ഈ പാസ് കണക്കിന് എന്ത് മിടുക്കൻ, ഇത്രയും കണക്കുകൾ പെട്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ രാവിലെയും കൂടെ 7 പ്രാവശ്യം കൂട്ടിവെച്ചാൽ വന്നിരിക്കുന്നത്. തെറ്റിപ്പോകരുതല്ലോ, ഇതൊക്കെ ലൈവായിട്ട് പോണ കേസല്ലേ, അതുകൊണ്ട് തെറ്റിപ്പോകരുതല്ലോ എന്ന് കരുതി കണക്കൂട്ടി വെച്ചാൽ വന്നിരിക്കും. അപ്പം 23,000 ദിവസങ്ങൾ അവർ ആരാധിച്ചില്ല. ഓക്കെ, 23,000 ദിവസങ്ങൾ അവർ ആരാധനയ്ക്ക് വേണ്ടി കൊതിച്ചു. എന്തെങ്കിലും കണക്ഷനുണ്ടോ? എന്തെങ്കിലും കത്തുന്നുണ്ടോ? കത്താത്തവർക്ക് കത്തിച്ചു തരാം. ആദ്യത്തെ ഈ മെസ്സേജിൻ്റെ ദൂത് കൈമാറും. ന്യായമല്ലാത്ത കാരണത്താൽ ആത്മീയതയ്ക്ക് അവധി കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, കണക്ക് കൊടുക്കേണ്ടി വരും. ഒന്നുകൂടെ, ന്യായമല്ലാത്ത കാരണത്താൽ ആത്മീയതയ്ക്ക് അവധി കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, കണക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ അവിടെ ചെന്ന ദാനിയേൽ ഒരു ജീവിത സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാൻ 3 ജീവിത സ്വഭാവങ്ങളുണ്ട്. റെക്കോർഡിക്കലല്ല, പ്രാക്ടിക്കലാണ്. എന്താണ് ദാനിയേലിൻ്റെ 3 സ്വഭാവ ഗുണങ്ങൾ? 1, 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദാനിയേൽ രാജാവ് നൽകുന്ന രാജകീയ ഭോജനം കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ലെന്ന് എവിടെ തീരുമാനിച്ചു? ഹൃദയത്തിൽ തീരുമാനിച്ചു. ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു ദാനിയേൽ. 2, 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ രാജ്യം ഭരിക്കുവാൻ രാജാവ് 120 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ദാനിയേൽ പെട്ടു. അതിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ദാനിയേൽ പെട്ടു. ആ 3 പേരിൽ ദാനിയേൽ അതിവിശിഷ്ടനായി വിളങ്ങി. അർത്ഥാൽ രാജ്യത്തെ 2-ാമനായി. കാരണം അവൻ സകലത്തിലും വിശ്വസ്തനായിരുന്നു. 3, 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഇന്ന് വിവരിക്കുന്നു. അവൻ പ്രാർത്ഥന ജീവിതം ഉള്ളവനായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട 3 സ്വഭാവങ്ങൾ പറയാൻ പോവുകയാണ്. 1, ഹൃദയത്തിൽ പ്രമാണമുള്ളവരായിരിക്കുക. 2, സകലത്തിലും വിശ്വസ്തരായിരിക്കുക. 3, ഒരു പ്രാർത്ഥന ജീവിതം ഉള്ളവരായിരിക്കുക. എല്ലാം ഒന്ന് തൊട്ട് വിടണം കേട്ടോ. 1-ാമത്തേലേക്ക് വരാം. എന്താ 1-ാമത്തേത്? ഹൃദയത്തിൽ പ്രമാണമുള്ളവരായിരിക്കുക. നമ്മുടെ കയ്യിലും പ്രമാണമുണ്ട്, ചില കുഴപ്പമുണ്ടെന്ന് മാത്രം. എവിടെയാണ് പ്രമാണം? കയ്യിൽ, കക്ഷത്തിൽ, കവറിൽ, ഷോക്കേസിൽ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രമാണം ഇരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ കവറിനകത്താണ് ബൈബിൾ കൊണ്ടുവരുന്നത്. ഞാനൊക്കെ സഭാശുശ്രൂഷ ചെയ്യുമ്പം ചില ആളുകൾ കവറിനകത്ത് ബൈബിൾ കൊണ്ടുവരും. അപ്പോൾ ഒരു 9:30 ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ശാന്തമായിരുന്നിങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻറ്റിൽ ആത്മതപനം ചെയ്ത് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കവറുകാരുടെ ഒരു വരവുണ്ട്. അവർ വന്നിരുന്നിട്ട് ഈ കവറിനകത്ത് ബൈബിൾ എടുക്കുന്ന ഒരു രംഗമുണ്ട്. കരിയിലയിൽ കൂടെ ചേരപ്പാമ്പ് പോകുന്ന പോലെ കരകര എന്നും പറഞ്ഞ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ബൈബിൾ മാറ്റി വെച്ചിട്ട് ഇത് അതുപോലെ മടക്കി വെക്കുന്ന രംഗമുണ്ട്. ഭയങ്കരമാണ് സംഭവം. എല്ലാ കോൺസെൻട്രേഷനും തകർത്താണത് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ഞാനതിൻ്റെ വ്യത്യാസം പറയാം. ഈ കയ്യിലും കക്ഷത്തിലും കവറിലും അധരങ്ങളിലും പ്രസംഗങ്ങളിലും പ്രവചനങ്ങളിലും പാട്ടുകളിലും മാത്രം നിങ്ങൾ പ്രമാണം സൂക്ഷിച്ചാൽ പാപം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എങ്ങനെ വിശദീകരിക്കാമെന്ന് ഞാൻ പറയാം. ഈ ദാവീദ്, അദ്ദേഹം എഴുതിയ പോലെ സങ്കീർത്തനമാരാ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെ പോലെ ആരാധിക്കുന്ന ആരാ ഉള്ളത്? നമ്മുടെ വർഷിപ്പ് ലീഡേഴ്സ് എല്ലാം പറയുന്നില്ലേ, ദാവീദ് പെട്ടകത്തിൻ്റെ മുമ്പിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലേലും ദാവീദും പെട്ടകവും പറയാതെ നമുക്കൊരു ആരാധന പോലും ഇല്ല. അതൊരു സംഭവമാണ്. പക്ഷേ ദാവീദ് പാപം ചെയ്ത രീതി നിങ്ങൾ കണ്ടോ? എന്തുകൊണ്ടാണ്? ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. പുള്ളിക്ക് എന്താണ് സന്ധ്യയിൽ പണി?
രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. ഇതാണ് പണി. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു? സന്ധ്യാപ്രാർത്ഥന മുടക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു എപ്പിസോഡ് കണ്ടു. ഇത്രയേ ഉള്ളൂ. ഈ എപ്പിസോഡ് കാണാൻ പോയാൽ, സീരിയൽ കാണാൻ പോയാൽ സംഗതി സീരിയസ് ആവും. നമ്മൾ ഒരു എപ്പിസോഡാണ് കാണാൻ പോണത്. അത് കണ്ട് നമ്മൾ ചത്ത് അടിയന്തരം കഴിഞ്ഞാലും സീരിയൽ ഒരിക്കലും എന്ത് ചെയ്യല്ല, തീരുകയല്ല. അങ്ങനെ ഒരു വലിയ അപകടം അതിനകത്തുണ്ട്. തൻ്റെ എല്ലാ ഓരോ സീരിയലും സസ്പെൻസിലാണ് നിർത്തുകയുള്ളൂ. ഒരു പെണ്ണിൻ്റെ കല്യാണം കഴിയുന്നു, അപ്പോൾ അവളുടെ കാമുകൻ അവളെ നശിപ്പിക്കാൻ വരുന്നു. കോളിംഗ് ബെല്ലിൽ വന്ന് വിരലമർത്തുന്നു. ഇവൾ ജനലിൽ കൂടെ നോക്കിയപ്പം അവനാണെന്ന് മനസ്സിലായി. ഒരു വെട്ടുകത്തി എടുത്തുകൊണ്ട് വാതിൽ തുറക്കാൻ ചെല്ലുന്നു. അവൾ വാതിലിൻ്റെ കുറ്റിയെ പിടിക്കുമ്പോൾ നമ്മൾ കസേരന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. താഴെ ടു ബി കണ്ടിന്യൂ, ഇത് അടുത്ത വ്യാഴാഴ്ച തുടരുന്നതായിരിക്കും. നമുക്ക് പിന്നെ കഞ്ഞിവെപ്പില്ല. എന്താ കാര്യം? അത് തുറന്നോ, ഇവിടെ വെട്ടിയോ എന്നുള്ള കാര്യം ഓർത്തിട്ട് നമുക്ക് ആകപ്പാടെ പ്രശ്നമാണ് നമുക്ക്. അങ്ങനെ നമ്മളെ ഇതിൻ്റെ അഡിക്റ്റാക്കാനായിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് അവരിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. ദാവീദ് ചെയ്ത ഒരൊറ്റ സന്ധ്യാപ്രാർത്ഥന മുടക്കൽ ദോഷം എന്നാന്ന് വല്ല അറിയാം? ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ചുറ്റും കിടക്കുന്ന 21 രാജ്യങ്ങൾ 1068 പ്രാവശ്യം അവരുമായി യുദ്ധം ചെയ്തു. ഇപ്പോൾ നടക്കുന്ന യുദ്ധമടക്കം ആര് ചെയ്ത പാപത്തിൻ്റെ ഫലമാണെന്നറിയാമോ? ദാവീദ് ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്. എന്താ കാര്യം? വാൾ നിന്റെ ഗ്രഹത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറുകയില്ല എന്ന് ദൈവം പറഞ്ഞു. ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇത്രയും പ്രാധാന്യതയുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ പ്രത്യേകം ഓർത്തുകൊള്ളണം, പ്രമാണം കയ്യിലും കക്ഷത്തിലുമല്ല ഇരിക്കേണ്ടത്, ഹൃദയത്തിലാണ് ഇരിക്കേണ്ടത്. ഹൃദയത്തിൽ പ്രമാണം ഇരുന്ന ഒരാളെ കൂടെ പറഞ്ഞോട്ടെ. പേര് യോസേഫ്. ഒരു പെങ്കൊച്ചു പറഞ്ഞു, ഇങ്ങോട്ട് വാച്ച, ഇവിടെ ആളില്ല, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. പുള്ളി ചെന്ന് കയറി. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തെറ്റായ കാര്യത്തിന് വേണ്ടിയാണ്. അവൻ അവിടെ നിന്ന് ഇട്ടേച്ച് ഓടുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു. എന്നിട്ടാണ് വാക്ക്, ഞാനിത് നിന്നോട് ചെയ്താൽ യഹോവയോട് പാപം ചെയ്യുന്നു. ഇത് ഉൽപ്പത്തി പുസ്തകത്തെയാണ്. അപ്പോൾ പുറപ്പാട് പുസ്തകം 20:15 ഇല്ല. ദാവീദ് ജീവിച്ചിരിക്കുമ്പം ആ കൽപ്പനയില്ലേ? ഉണ്ട്. യോസേഫ് ജീവിക്കുമ്പോൾ കൽപ്പനയുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ പുള്ളി വിട്ടൊഴിഞ്ഞു? അതുകൊണ്ട് ദൈവമക്കൾ ശ്രദ്ധിക്കണം, പ്രമാണം വേണ്ടിയത് ഹൃദയത്തിലാണ്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെച്ചിരിക്കുന്നു എന്ന്. ഞായറാഴ്ച ആരാധന വിട്ടു പോകുന്ന നിങ്ങളുടെ പുറകെ പാസ്റ്റർക്ക് നടക്കാനൊക്കില്ല, പാസ്റ്ററിൻ്റെ പുറകെ നിങ്ങൾക്ക് നടക്കാനൊക്കില്ല. പക്ഷേ മാറ്റാൻ പറ്റാത്ത ഒന്ന് ഹൃദയത്തിലുണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ വചനം. അങ്ങനെ അവൻ ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെട്ടത്. 2, അവൻ രാജ്യത്തെ രണ്ടാമനായി മാറി. അതൊന്നുമല്ല ഞാൻ പറയാൻ, അതുകൊണ്ട് പെട്ടെന്ന് കടന്നു പോകുന്നു. നിങ്ങൾ ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി മത്സരരംഗത്തേക്കൊന്നും വരരുത്. ഞാൻ പറയുന്നത്, ഞങ്ങളുടെ അകപ്പയിലൊക്കെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ തെരഞ്ഞെടുപ്പും കൂടെ അരമണിക്കൂർ കൊണ്ട് തീരും. ഇല്ലെങ്കിൽ പുറകേക്കുന്ന പാസ്റ്റർമാർ പറയട്ടെ, ഇവിടെ തിരുവനന്തപുരത്തൊന്നും തിരഞ്ഞെടുപ്പേ ഇല്ല. ഉണ്ടോ? ഇല്ല. ആണ്ട് ഇല്ല, ആ പാസ്റ്റർ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വിശ്വസ്തനാണെങ്കിൽ നിങ്ങൾ ഒരാളുടെ കുതികാൽ ചവിട്ടാതെ, ഒരാളെ പാര വെക്കാതെ, ഒരാളെ തകർത്തു വരാതെ, ആരോപണം ഉന്നയിക്കാതെ നിങ്ങളിരിക്കേണ്ട കസേരയിൽ നിങ്ങളെ കൊണ്ടുവന്നിരുത്താൻ ദൈവം ശക്തനാണ്. 50 നിലയുള്ള സ്റ്റെയർ കേസുള്ള കെട്ടിടത്തിൽ നിങ്ങൾ ചെല്ലുന്നു. നിങ്ങൾക്ക് 39-ാമത്തെ 41-ാമത്തെ നിലയിൽ ചെല്ലണം. എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്? സ്റ്റെയർ കേസ് കയറി അറ്റാക്ക് വരാനാണോ? ആ വലത്ത് ഭാഗത്തോ ഇടത്ത് ഭാഗത്തോ ലിഫ്റ്റ് ഉണ്ടെന്ന് അതിലോട്ട് അങ്ങോട്ട് കയറിയിരുന്ന് 41 അങ്ങ് ഞെക്ക്. എന്നിട്ട് അവിടെ അനങ്ങാതിരിക്കുക. അല്ലാണ്ട് അവിടെ നിന്നോട്ട് ഇങ്ങനെ മേലോട്ട് പോകുന്നില്ല, കാണിച്ചാൽ പോവോ? അനങ്ങാതിരിക്കുക. 41 വരുമ്പം കതക് തുറക്കും, ഇറങ്ങിപ്പോവും. ഇതിൻ്റെ വാക്യം ഞാൻ പറഞ്ഞോട്ടെ, തക്ക സമയത്ത്
അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താൻ ഇരുന്ന് കൊടുത്തേച്ചാ മതിയെന്ന് അങ്ങ് ഇരുന്ന് കൊടുക്ക്. നിങ്ങളെ ഉയർത്തേണ്ട പാതകളിൽ അവൻ ഉയർത്തിയിരിക്കും. അത് പൊട്ടക്കിണറ്റിൽ വീണാലും, കടലിൽ വീണാലും, കുതിരപ്പലകെ പിടിച്ചാലും, മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ അകത്ത് പോയാലും, നിങ്ങളിരിക്കേണ്ട കസേര ചെതക്ക് പിടിച്ചു പോയാലും അവിടെ വേറെ ഒരുത്തിനെയും ഇരുത്താൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന് നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തന്നെ അവിടെ ഇരിക്കുമെന്ന്. നീ ഗർഭിണിയായാൽ മറ്റൊരുവൻ പ്രസവിക്കത്തില്ലെന്ന്. ആരാണോ കൺസീവ് ആകുന്ന അവൻ മാത്രമേ പ്രസവിക്കത്തുള്ളെന്ന് നിന്നോടൊരു കാര്യം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് നിർവഹിച്ച് തരാൻ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രണ്ട് ഭാഗവും ഞാൻ മറികടന്നിട്ട് ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നുള്ള ഭാഗം മാത്രം ചിന്തിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. 6:10 വരാം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു സവിശേഷതയുണ്ട് കേട്ടോ. നമ്മുടെ പ്രാർത്ഥന പോലെ അല്ല. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ 6 സവിശേഷതകൾ പറയാൻ പോവുകയാണ്. എത്ര എണ്ണം? 6 എണ്ണം. കുറിച്ചോളൂ. അങ്ങനെ കുറിക്കുന്നവരൊന്നും കുറച്ച് പേരെ കാണുന്നുള്ളൂ, കുറച്ച് പേര് കുറിക്കുന്നുണ്ട്. കുറിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇച്ചിരി ബുദ്ധി കുറഞ്ഞ ആളുകളായിരിക്കും. കാരണം ഞാനും കുറിക്കും, എനിക്കും ബുദ്ധി കുറവാണ്. കുറുമ്പല്ലേ, അത് അരിക്കാറായിട്ടില്ല. കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുക, വല്ല മണമുണ്ടോ എന്നറിയാൻ വേണ്ടി. തട്ടിക്കളഞ്ഞില്ലേ? പുള്ളി പിന്നെ വന്നോളും, കുറച്ച് കൊല്ലം കൂടെ കാണും. അപ്പോൾ എവിടെ ആക്കുന്നേ? ദാനിയേലിൻ്റെ പ്രാർത്ഥന 6 പ്രത്യേകതകൾ ശ്രദ്ധിച്ചോളണേ. 1, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. അതവിടെ ഉണ്ടോ? ഞാൻ എഴുതുന്നവരെ കുറിച്ചാണ് പറഞ്ഞല്ലയോ. എഴുതുന്നവർ ഞാനും എഴുതും. ആരുടെ പ്രസംഗം കേൾക്കാനും ആധാരം എഴുതുന്ന പോലെ ഞാനിന്ന് എഴുതും. ഒരാളുടെ 2ാമത്തെ പ്രസംഗം 2ാമത് ഞാൻ എഴുതും. അങ്ങനെ എൻ്റെ കുഴപ്പം. അപ്പോൾ എഴുതുന്നവർക്ക് ഇച്ചിരി ഓർമ്മക്കുറവുണ്ടാവും. അവർക്ക് ഒരു ഗുണമുണ്ട്, അവർക്ക് ഇവിടെ ഇരുന്ന് കുറിച്ചാൽ വീട്ടിൽ പോയി കുറിക്കാം. അതിൻ്റെ ഗുണമുണ്ട്. എഴുതാത്തവർക്കാണ് നിങ്ങളെയാണ് ഞാൻ സല്യൂട്ട് ചെയ്തത്. കാരണം ഈ 1.5 മണിക്കൂർ പ്രസംഗം ഒരു കുറിപ്പ് പോലുമില്ലാതെ മുഴുവൻ മസ്തിഷ്കത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഈ ബുദ്ധിജീവികളുടെ കൂട്ടായ്മയോർത്ത് നിങ്ങൾക്കാണ് സല്യൂട്ട് കൊടുക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്ക് ചിന്തിച്ചു പോവാം. എഴുന്നേർക്ക് 1, ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ 6 പ്രത്യേകതകൾ. 1, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. അതവിടെ ഉണ്ടോ? പിള്ളേർ പറ, ഉണ്ടോ മക്കളെ? 2, കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. ഉണ്ടോ? വാക്യത്തിലുണ്ടോ നോക്കണം. ഉണ്ട്. 3, മുൻപേ ചെയ്തു വന്നതുപോലെയുള്ള പ്രാർത്ഥന. അതവിടെ ഉണ്ടോ? നിങ്ങൾ പോയാ? അതവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. കൂമൻ മൂളെന്നൊരു മൂള്. 4, ദിവസം 3 നേരമുള്ള പ്രാർത്ഥന. അതവിടെ ഉണ്ടോ? ഉണ്ട്. 5, മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. അതുണ്ടോ? 6, സ്തോത്രം പറഞ്ഞുകൊണ്ടുള്ള, സ്തോത്രം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന. 6 പറഞ്ഞില്ലേ? ഒന്നുകൂടെ പറയാം, കുറിച്ചവർ തെറ്റിപ്പോകണ്ട. 1, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. 2, കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. 3, മുൻപേ ചെയ്തു വന്ന പോലെയുള്ള പ്രാർത്ഥന. 4, ദിവസം 3 നേരമുള്ള പ്രാർത്ഥന. 5, മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. 6, സ്തോത്രം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന. അപ്പോൾ 6 പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി 1 മണിയാകുമ്പോഴേക്കും പോകണമെന്ന് വെച്ചാൽ പോകാൻ 6 പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി വിശദാംശങ്ങളാണ് പുറകെ പറയാൻ പോകുന്നത് കേട്ടോ. 1 1.5 എന്നോട് പറഞ്ഞ്? 1 1.5 1 മേളിൽ കേട്ടോ, 2 താഴെ, അങ്ങനെ പോകട്ടെ. 1 എനിക്ക് തോന്നുന്നു. കേട്ടെ, നമുക്ക് പോകാം. ഇതിപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്ന പറ്റത്തില്ല. നമുക്കങ്ങ് പോകാം.
തീർന്നെടുത്തിച്ച് തീരട്ടെന്ന് അല്ലേ, ഒരു തോണ്ടൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത് എന്തുവാ? വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. ഒരു മനുഷ്യൻ്റെ ആത്മീയത വെളിപ്പെടുന്നത് എവിടെയാണ്? വെളിപ്പെടേണ്ടത് എവിടെയാണ്? ഉത്തരം, ഒരു മനുഷ്യൻ്റെ ആത്മീയത വെളിപ്പെടേണ്ടത് വീട്ടിലാണ്. നിർഭാഗ്യവശാൽ ഇന്ന് വെളിപ്പെടുന്ന എവിടെയാണ്? പള്ളിക്കകത്താണ്. രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായോ? ഒന്നുകൂടി, നമ്മൾ പള്ളിക്കകത്ത് വരുമ്പോൾ ഭയങ്കര ആരാധനയല്ലയോ? നീങ്ങിപ്പോയി ആ പാട്ടൊക്കെ എങ്ങനെ? എൻ്റെ കൂട്ടുകാരൻ എഴുതിയ പാട്ടാണ് കേട്ടോ, തെറ്റൊന്നും. അതെങ്ങനെ ഇങ്ങനെയല്ലേ? നീങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ ആ പാട്ട് പാടുമ്പോൾ ഒരു പ്രത്യേക ബോഡി ലാംഗ്വേജ് നമുക്കുണ്ട്. നീങ്ങിപ്പോയി എൻ്റെ ആ ബോഡി ലാംഗ്വേജ്, ആ റിവൈവൽ മൂവ്മെൻറ്റ്, ആ ഒരു സ്പിരിച്വൽ സ്റ്റൈൽ, ആ നൃത്തം ചവിട്ടുന്നതും ആരാധിക്കുന്നതും ആരാധിപ്പിക്കുന്നതും അന്യഭാഷ പറയുന്നതും. പിന്നെ നമുക്ക് ആരാധിക്കാൻ കയറിയാൽ പിന്നെ സമയമൊന്നും പോകുന്ന അറിയത്തില്ല. ഈ ഒരു സ്റ്റൈൽ, ഈ ഒരു രീതി തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ അവനവൻ്റെ വീട്ടിലുള്ളവർ എത്ര പേരുണ്ട്? അവർ മാത്രം ഒരു സ്വത്രം കണ്ടോ? അപ്പം പിന്നെ നിങ്ങൾ ഈ ഞായറാഴ്ച വന്ന് കാണിക്കുന്നതിൻ്റെ പേരെന്തുവാ? അതിൻ്റെ പേരാണ് കപടഭക്തി. യേശു ഏറ്റവും അധികം വെറുത്തത് ആരെയാണെന്നറിയാമോ? കപടഭക്തിക്കാരെയാണ്. നിങ്ങൾ ഈ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാകുന്നാകം ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. നമുക്കെന്താ ഇപ്പോൾ പ്രശ്നം? നമ്മൾ ഈ കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും, അങ്ങനല്ലേ? നമ്മളെല്ലാം കൂടെ കൂടുമ്പോൾ ഭയങ്കര ആരാധനയാണ്. പിന്നെ തിങ്കളാഴ്ച പോലും വേണ്ടിയിട്ടില്ല. അപ്പം ഇനി ഈ ആരാധന വീണ്ടും പറയാൻ എപ്പോൾ വരണം? പണ്ടൊരു സഭയിൽ ചെന്നപ്പം ഒരനക്കമില്ല. ഒരു 10 മണിക്ക് വർഷിപ്പ് തുടങ്ങി. ഒരു 11:15 ഒരു സഹോദരൻ വന്നിരുന്നു. പുള്ളി വന്നിരുന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയൊക്കെ ഇരിക്കുന്നു. പുള്ളി അവിടെ ഇരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, ഇപ്പോഴാ സഭയ്ക്ക് ഒരു അനക്കം ഉണ്ടായത്. അന്നേരം പാസ്റ്റർ ഭയങ്കര ചിരി. ഞാൻ പറഞ്ഞു, എന്താണ് ചിരിക്കണേ? പാസ്ക്കും തൊട്ട് വട്ടാണ്. അങ്ങനെ നോക്കിയിട്ടാണ് മനുഷ്യൻ്റെ ആത്മീയ അളക്കണേ. ഞാൻ പറഞ്ഞു, ആ പുള്ളി സ്തോത്രം പറഞ്ഞില്ലേ പാസ്റ്ററെ? പാസ്റ്റർ 4 ആഴ്ചയായി പുള്ളി ആരാനിക്ക് വന്നിട്ട്. ഇനി പുള്ളി 4 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ. അപ്പം 4 8 ആഴ്ചയിലെ സ്തോത്രം ഒരുമിച്ച് പറയുന്ന രംഗമാണ് പുള്ളി കാണുന്നത്. നീ 8 ആഴ്ചയിലെ കുടിശ്ശിക ഉണ്ടല്ലോ, ആ കുടിശ്ശിക പുള്ളി വിടുന്ന ഞാൻ പറഞ്ഞു, അത് ശരി, അത് എനിക്കറിയില്ല. നമ്മളാദ്യമായിട്ട് ചെന്നതല്ലേ, നമ്മൾ പ്രവാചകനുമല്ല പ്രവാചക ശിഷ്യനുമല്ല, നമുക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, അതാണ് കാര്യം. അതുകൊണ്ട് പുള്ളി സ്വന്തം പറയുമ്പോൾ ആരും മിണ്ടുന്നില്ല. കാരണം ഇത് നനഞ്ഞ പടക്കമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ആത്മീയത എവിടെയാണ്? നമ്മുടെ പള്ളിയിലാണ്. മനുഷ്യൻ്റെ 3 സ്ഥലങ്ങളാണ് 100% ഷെൽട്ടർ, സുരക്ഷിതത്വം നൽകുന്ന സ്ഥലങ്ങൾ. ഒന്ന്, അമ്മയുടെ ഗർഭപാത്രം. അമ്മയുടെ ഗർഭപാത്രത്തിൽ നമുക്കൊരു ശല്യമില്ല. നമ്മളിങ്ങനെ അടങ്ങി ഒതുങ്ങി മര്യാദക്കല്ലേ അവിടെ ഇരുന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ജനിച്ചു വീണത്. ഇപ്പോഴാണ് ഈ മര്യാദകേടെല്ലാം ഉണ്ടായത്. നമ്മളെങ്ങനെ വന്നത്? വളരെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ വന്നത്. നമ്മുടെ ആ അമ്മയുടെ ഗർഭപാത്രമുള്ള ഇരിപ്പും ബിവറേജ് കോർപ്പറേഷന് മുൻപാകെ ആളുകൾ നിൽക്കുന്നതും ഒരുപോലെ. യാതൊരു വഴക്കമില്ല, യാതൊരു പിണക്കവുമില്ല. ഏത് നടുറോട്ടിലും ഇത്ര ക്ഷമയുടെ മൂർത്തിഭാവമായി ആളുകൾ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ശാന്തമായിട്ട്. ആ നിപ്പ് കണ്ടപ്പോഴാണ് ഒരാൾ അടിയിൽ എഴുതിയത്, കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. എന്താണ് ഇത്? കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ്. ശാന്തസമുദ്രത്തിൻ്റെ ആഴം കൂടും എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളിൽ കള്ളു കുടിച്ചാൽ കീഴ്മേൽ മറിയുമല്ലോ. അതുകൊണ്ടാണ് കള്ളു കുടിക്കുന്നതിന് മുൻപ് ഉടുമുണ്ട് താഴെയും തോർത്തുമുണ്ട് തലയിലും. കള്ളു കുടിച്ചു കഴിയുമ്പം ഉടുമുണ്ട് തലയിലും തോർത്തുമുണ്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ താഴെ കാണും. അത്രേ പറയാൻ ഒക്കത്തുള്ളൂ. ഇപ്പം കാര്യങ്ങൾ കീഴ്മേൽ മറിയുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കീഴ്മേൽ മറിയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയ എവിടെ ഇരിക്കുന്നത്? അമ്മയുടെ ഗർഭപാത്രം. ഒരു കുഴപ്പമില്ല, സുരക്ഷിതത്വം. 2, അവനവൻ ആരാധിക്കുന്ന പള്ളി.
പള്ളി ഭയങ്കര സുരക്ഷിതത്വം ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വന്നിരുന്നപ്പോഴേ ഉറക്കം വരും, ശാന്തമായിട്ട് ഒരു പ്രശ്നമില്ലാതെ ഉറങ്ങാൻ പറ്റും. അതൊക്കെ സുരക്ഷിതത്വം പള്ളിക്കകത്തൊരു പ്രത്യേക സമാധാനമുണ്ട്. യുദ്ധത്തിൻ്റെ നിയമത്തിൽ പോലും ഹോസ്പിറ്റലും പള്ളിയും ഒന്നും പെട്ടെന്ന് ആക്രമിക്കാൻ പാടില്ലെന്നാണ്. ഇനി മൂന്നാമത്തെ സുരക്ഷിത സ്ഥലം ഏതാ? സ്വന്തം വീടാണ്. നമുക്ക് സ്വന്തം വീട് ചെറ്റക്കുടിലാണെങ്കിലും വലിയ വീടാണെങ്കിലും വീട്ടിലോട്ട് ചെന്ന് കയറുമ്പം നമുക്കൊരു സമാധാനമില്ലേ? ഉണ്ടെന്ന്. ഞാനത് 2-3 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊട്ടാരക്കര വരെയാണ് ഞാൻ കാറും കൊണ്ട് വരാറുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ദൂരമല്ലേ, ഞാൻ തന്നെ ഓടിക്കണമല്ലോ എന്ന് കരുതി. കൊട്ടാരക്കരയിൽ നിന്ന് ഒരു 175 കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട്. കോട്ടയം ചെല്ലുമ്പോൾ എനിക്ക് സന്തോഷം, കാരണം ഇനി 90 കിലോമീറ്ററുള്ള പകുതി ദൂരമേ ഉള്ളൂ. മൂവാറ്റോട് ചെല്ലുമ്പോൾ അവിടെ ചായ കുടിക്കുന്നത് സ്ഥിരം ഒരു കടയുണ്ട്. പെരുമ്പാവൂർ ചെല്ലുമ്പം സന്തോഷം പതുക്കെ ലഡുവായിട്ട് പൊട്ടാൻ തുടങ്ങും, കാരണം ഇനി 20 കിലോമീറ്റർ ഉള്ളൂ. കാലടി ചെല്ലുമ്പം 13 കിലോമീറ്റർ ഉള്ളൂ. അങ്കമാലി ചെല്ലുമ്പം സീറ്റയിൽ എഴുന്നേറ്റ് നിന്നാണ് വണ്ടി ഓടിക്കുന്നത്. എന്താ കാര്യം? വീടോടടുത്തു, അതാണ് അതിൻ്റെ കാര്യം. വീടോട് അടുത്തു, അതാണ് അതിൻ്റെ കാര്യം. വീട് നമുക്ക് ഭയങ്കര സുരക്ഷിതത്വ ബോധമാണ്. എത്ര വീടുണ്ട്? 5 വീടുകൾ. ഇസ്രായേൽ 1ാമത്തെ വീടാണ്, ദൈവസഭ 2ാമത്തെ വീടാണ്, ശരീരം 3ാമത്തെ വീടാണ്, താമസിക്കുന്നത് 4ാമത്തെ വീടാണ്. ഈ 4 വീടും ഭൂമിയിലാണ്. 4 തകരും. 4 വീടും മാറ്റപ്പെടുകയോ തകരപ്പെടുകയോ ചെയ്യും. അതുകൊണ്ട് ദൈവം 5ാമത്തെ വീട് പണിതപ്പം കാക്കാമലേ പണിതില്ല, മേളിൽ പണിതു, സ്വർഗത്തിൽ പണിതു. ആ വീട്ടിലേക്കുള്ള പ്രയാണമാണ് നമ്മൾ ഈ ഓടുന്നത്. സൈൻ ബോർഡ് കാണുമ്പോൾ മനസ്സിലാക്കണം, ഇനി അധികം ദൂരമില്ല. എന്തൊട്ടാ സൈൻ ബോർഡ് എന്ന് പറയുന്നത്? എത്ര എന്നൊരു ചോദ്യമുണ്ട്. 10 വയസ്സ് വരെ ചോദിക്കും വയസ്സ് എത്ര, 20 വയസ്സ് വരെ ചോദിക്കും മാർക്ക് എത്ര, 30 ആകുമ്പം ചോദിക്കും സാലറി എത്ര, 40 ആകുമ്പം ചോദിക്കും മക്കൾ എത്ര, 50 ആകുമ്പോഴാണ് ചോദിക്കുന്നത് ഷുഗർ എത്ര, 60 ആകുമ്പോഴാണ് ചോദിക്കുന്നത് പ്രഷർ എത്ര, 70 ആകുമ്പോൾ ചോദിക്കും കൊളസ്ട്രോൾ എത്ര. കാരണം ഈ ഷുഗറും കൊളസ്ട്രോളും പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ ഒരമ്മച്ചി പെറ്റ 3 മക്കളാണ്. ഒരാൾ വന്നാൽ അടുത്തയാൾ ഓട്ടോറിക്ഷ വിളിച്ചു വരും, മറ്റേ പുള്ളി അങ്ങോട്ട് പോയി ആംബുലൻസ് പിടിച്ചു നിർത്തി അതിനകത്ത് കയറി തിരിച്ചു വരും. 3 എണ്ണം വന്നിങ്ങനെ കുടിയിരിക്കുകയാണ്, ശാസിച്ചാലും പോവില്ലാണ്ടിരിക്കുകയാണ്. ഈ 70 കഴിഞ്ഞ ആളുകളെ കാണുമ്പോൾ നമ്മൾ ചോദ്യങ്ങളൊന്നും ചോദിക്കുകയില്ല, നമ്മൾ ചോദിച്ചതിൻ്റെ പോലെ നിൽക്കും. ഇനി എത്ര നാൾ നിൽക്കും? അപ്പം ഈ സൈൻ ബോർഡുകൾ കാണുമ്പം കേട്ടോ തോമസ് പാസ്റ്ററെ, ഓരോന്നൊക്കെ കയറി വരുമ്പം നമ്മളെന്തോ മനസ്സിലാക്കണം. മുമ്പേ വന്നവൻ മുൻപേ പോകും, കൂടെ പറന്നവൻ വേഷം മാറും, അകലെ കിടക്കുന്നവൻ അടുത്തു വരും, കാട്ടിൽ കിടക്കുന്നവൻ ബന്ധുവാകും. പഴഞ്ചൊല്ലാണേ. എന്താ മുമ്പേ വരുന്നത്? പല്ല്. ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന സാധനത്തിൻ്റെ പേരാണ് പല്ല്. അത് ഒരെണ്ണം പോയാൽ, എൻ്റെ ഒരെണ്ണം പോയാൽ അർത്ഥം ടിക്കറ്റ് കൺഫേം ആണ്, വെയിറ്റിംഗ് ലിസ്റ്റിലല്ല എന്നാണ്. അപ്പം ഇനി ആകെ 1-2 ഉള്ളെങ്കിലോ പോകുന്ന വഴി ഒരു പെട്ടികട മേടിച്ച് കൊണ്ടുപോക്കും. എപ്പോഴാ തട്ടിപ്പോണെന്ന് അറിയാൻ പറ്റില്ല. കൂടെ ജനിച്ചവൻ വേഷം മാറെന്ന് പറഞ്ഞാൽ നരയ്ക്കും, അകലെ കിടക്കുന്നവൻ അടുത്ത് വരും, കണ്ണട, കാട്ടിൽ കിടക്കുന്നവൻ ബന്ധുവാകും, മക്കളെല്ലാം വിദേശത്ത് പോകും. നമ്മളെവിടെ കിടക്കും? നമ്മൾ പകൽ വീട്ടിൽ കഞ്ഞിവെള്ളത്തിനകത്ത് വറ്റും അന്വേഷിച്ച് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് നടക്കും. അതാണ് ഈ കാലത്തിൻ്റെ ചക്രം തിരിഞ്ഞു വരുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ സൈൻ ബോർഡ് കാണുമ്പോൾ എന്ന് മനസ്സിലാക്കണം, രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഒരു രോഗവും വരില്ല എന്ന് ആർക്കും പറയാൻ പറ്റൂ? ബൈബിളിൽ അങ്ങനെ ഉണ്ട്. എന്തോന്ന്? അരയ്ക്കുന്നവർ ചുരുക്കമാകും, കയറ്റത്തെ പേടിക്കും, തുള്ളനിഴഞ്ഞു നടക്കുന്ന പോലെ തെരുവിലെ കഥകൾ അടയും. അപ്പം മനുഷ്യന് ശരീരം ഇങ്ങനെ ഓരോന്നോരോന്നും വരില്ലേ? ഇപ്പം ഞാനെങ്ങനെ നിൽക്കുകയാണ്, വല്ല രോഗം കുറച്ച് കഴിയുമ്പം നടുവെന്ത് ചെയ്യും? കുനിയും. മസിലെന്ത് ചെയ്യും? അയയും. പിന്നെ കുറച്ചുകൂടെ വരുമ്പം ത്വക്കൊക്കെ ചുളിയും. എന്തിനാണ് ഇങ്ങനെ ചുരുങ്ങി പോകുന്നത്? ഒരു പെട്ടിക്കകത്ത് കയറാനാണ്. അല്ലാണ്ട് ഇങ്ങനെ എന്നോട് പെട്ടിക്കകത്ത് കയറാൻ പറ്റുമോ?
ഐസക് പാസ്റ്ററോട് നിങ്ങൾ പറയുകയാണ്, പാസ്റ്റേ എന്തോ നാളെ ഞാൻ മരിക്കാൻ പോവുകയാണ്. പാസ്റ്റർ വിശ്വാസിനെയും കൊണ്ട് ശവക്കോട്ടയിലേക്ക് പോരെ, ഞാൻ അവിടെ ഉണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടെ പാടിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾ പെട്ടിക്കകത്തോട്ട് കയറി കിടന്ന് ഇനി പെട്ടി അടച്ചോ, അങ്ങനെയാണോ ചാവുന്നേ? ഇത് ഒതുങ്ങണ്ടേ? ഇത് എവിടെയെങ്കിലൊക്കെ പാളിച്ചകൾ വരണ്ടേ? ഈ പാളിച്ചകളും ഈ ശരീരത്തിൻ്റെ മൂല്യശോഷണങ്ങളും വരുമ്പം ശരിയായ ഭക്തന് അതിനകത്തൊന്നും വലിയ പ്രശ്നമില്ലെന്നേ. കാരണം അവൻ സ്വന്തം വീടോടടുക്കാറായി, അവൻ സ്വന്തം വീട്ടിലേക്ക് ചെല്ലാറായി എന്നാണ് അതിനർത്ഥം. അപ്പൊ വീട് അവന്റെ സുരക്ഷിത സ്ഥലമാണ്. മൂന്നാമത്തെ സ്ഥലം ഏതാ? മൂന്നാമത്തെ വീട്. ഒന്നാമത്തേത് അമ്മയുടെ ഗർഭപാത്രം, രണ്ടാമത്തേത് പള്ളി, മൂന്നാമത്തേത് വീട്. ഇതിലൊരു ദൂത് പറഞ്ഞോട്ടെ, അമ്മയുടെ ഗർഭപാത്രം പണ്ടത്തെ പോലെ സുരക്ഷിതമല്ല ഇപ്പം. ആണോ? അല്ല, ഭയങ്കര വീക്ക്നെസ്സാണ്. പണ്ട് ഗർഭിണിയാകുന്ന പെങ്കച്ചനോട് നമ്മൾ എന്തോ പറഞ്ഞു കൊടുക്കുന്നത്? കുനിഞ്ഞ മുറ്റം അടിക്കണം, ചമ്മന്തി അമ്മിക്കല്ലേ വെച്ച് അരയ്ക്കണം. പറഞ്ഞു കൊടുത്ത അമ്മച്ചിമാർ പറ, അരയ്ക്കണം, പാത്രം മെഴുകണം, നെല്ല് കുത്തണം, വെള്ളം കോരണം. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം അമ്മയുടെ ഗർഭപാത്രം ബലമാണോ? ഇല്ല. ഇന്നെന്തോ പറഞ്ഞു കൊടുക്കുന്നത്? ഗർഭിണിയാണെന്നറിഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും ചെയ്യരുത്. പെട്ടി കിടക്കുന്ന പോലെ എങ്ങനെ കിടന്നോളാം. 2 കൊല്ലം, 1 കൊല്ലം പ്രസവത്തിന്, പിന്നെ 1 കൊല്ലം കൊച്ചിനെ നോക്കാനൊക്കെ ആയിട്ട്, പിന്നെ കെട്ടിയവനും വന്ന് അപ്പുറത്തെ കട്ടിലേക്ക് കിടക്കും. 2 പ്രസവം ഒരുമിച്ചാണല്ലോ. എൻ്റെ പൊന്നച്ച 1 ചാക്ക് അരിയൊക്കെ മേടിച്ച് വെച്ചാൽ 3 മാസം പോലും ഇല്ല. അവൻ്റെ കൊച്ചപ്പൻ വല്യപ്പൻ ഇങ്ങോട്ട് വരെ നിരനിരയായിട്ട് വരിക കാണാനായിട്ട്. വരുന്നവർ 75 രൂപയുടെ ഉടുപ്പ്. എന്തിനാന്ന് ആർക്കറിയാം? എന്നാൽ ഈ പെണ്ണിൻ്റെ അപ്പന് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഈ വരുന്നവർ ആ 100 രൂപയ്ക്ക് ഉടുപ്പ്, കൊച്ചു മൂത്രം ഒഴിക്കുമ്പോൾ കളറ് പോകുന്ന കുറേ ഉടുപ്പ്, അതിന് പകരം ആ 100 രൂപ പെണ്ണിൻ്റെ അപ്പൻ്റെ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ആശ്വാസമാവില്ലേ? 2 മക്കളുടെ 3 പ്രസവം നോക്കിയ ഒരപ്പൻ്റെ ദീന വിലാപമാണിത്. നമ്മളെ കുറച്ച് കാലികമായിട്ടൊക്കെ മാറ്റം വരുത്തണ്ടേ? ആണ്ട് വീട് കാണാൻ ചെല്ലുന്നവരെല്ലാം ക്ലോക്ക്. നാളെ ഒരു പുള്ളി ക്ലോക്കിൻ്റെ കട തുടങ്ങിയേക്കണു. ഞാൻ ചെന്നെ പറ്റി, ഒരു പണിയില്ലാതിരിക്കുകയായിരുന്നു. വീട് പ്രവേശനം അതിന് വന്നവനെല്ലാം ക്ലോക്ക് വന്നു. അപ്പോൾ ക്ലോക്കിൻ്റെ കട തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കാണാൻ ചെല്ലുന്നവരൊക്കെ ഈ 100 രൂപയുടെ ഉടുപ്പ് മേടിച്ച് കൊടുക്കാതെ ഈ കൊച്ചെത്താണ് ഒരു 150 രൂപ അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അമ്മയുടെ ഗർഭപാത്രം പണ്ടത്തെ പോലെ സുരക്ഷിതമല്ല. എന്താ കാര്യം? കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, അന്ന് പേറാണ്, ഇന്ന് കീറാണ്. അന്ന് പേര്, ഇന്ന് കീറ്. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പം ഗർഭപാത്രം സുരക്ഷിതമല്ല, പള്ളികൾ സുരക്ഷിതമല്ല. പള്ളികളാണ് തീ വെക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ വെടിവെക്കുന്ന പള്ളിയിലോട്ടാണ്. പക്ഷേ മൂന്നാമത്തെ ദൂതിലേക്ക് പോയിന്റ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, കോവിഡ് വന്നു. 2.5 വർഷങ്ങൾ ആലയങ്ങൾ അടച്ചിട്ടു. പിശാച് വിചാരിച്ചു, കക്കാമല സഭയിലുള്ള എത്ര കുടുംബമുണ്ട്? ഇരിക്കട്ടെ 50 അല്ലെങ്കിൽ 100, 50 കുടുംബങ്ങളെ അവർ ഒരുമിച്ച് കൂടുന്ന കാക്കാമൂല സഭ ഞാൻ അടച്ചു പൂട്ടും എന്ന് പിശാച് പറഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ ചെയ്ത പ്രവൃത്തി കാണണോ? ആ 50 കുടുംബത്തിലും ആരാധന തുടങ്ങി. അച്ചായന്മാരെല്ലാം സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ആന്റിമാരെല്ലാം സംഗീതനം വായിക്കാൻ തുടങ്ങി. ഒരെണ്ണം അടച്ചു പൂട്ടിയാൽ 50 എണ്ണം തുറക്കാൻ ദൈവം ശക്തനാണെന്ന്. ഇനിയുള്ള കാലങ്ങൾ 50 സെന്റ് സ്ഥലം വേണം, ഫ്രണ്ട് ടാറിംഗ് റോഡ് വേണം, പിന്നെ ഡോർമെറ്ററി വേണം, കിച്ചൺ വേണം എന്നൊക്കെയുള്ള സാധാരണക്കാരൻ്റെ ആരാധന സ്വാതന്ത്ര്യത്തിന് നേരെ ഏതെങ്കിലുമൊക്കെ സർക്കാർ കരിനിയമങ്ങൾ കൊണ്ടുവന്നാലും ധൈര്യത്തോടെ പറയുന്നു, അവനവൻ്റെ വീട്ടിൽ ആരാധിക്കേണ്ട എന്നൊരു നിയമം, അവനവൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കേണ്ട എന്നൊരു നിയമം ഒരു കാലത്തും ഒരു രാജാവും കൊണ്ടുവരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങൾ ആരാധന ഉയരേണ്ടത് അവനവൻ്റെ വീട്ടിലാണ്. ഓരോ കുടുംബനാഥന്മാരും പുരോഹിതന്മാരെ പോലെ മാറേണ്ടത് ആവശ്യമാണ്. ഓരോ വീടുകളിലും യാഗപീഠങ്ങൾ പടുത്തുയർത്തേണ്ടത് ആവശ്യമാണ്. ഓരോ വീടുകളിലും പൂവത്തിന്റെ കനൽ കൂട്ടിമുട്ടുന്നത് പോലെ ആരാധന ശബ്ദങ്ങൾ ഉയരേണ്ടത് ആവശ്യമാണ്.
അവിടെ തുരങ്കം വെക്കാൻ ഒരു ശത്രുവിനും കഴിയില്ല, ഒരു പടക്കളത്തിന് മിരച്ച് കയറാനൊക്കില്ല എന്ന് മനസ്സിലാക്കണമെന്ന്. പണ്ടൊക്കെ ഞങ്ങൾ യോഗം നടത്തുമ്പോഴേ ഈ കുടുംബയോഗം എന്നും പറഞ്ഞൊരു യോഗമുണ്ട് ഇല്ലേ? കുടുംബയോഗം എന്നൊക്കെ കുടുംബയോഗം 3 കൈ വെക്കും. പിന്നെ മത്സരമാണ്. പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്നത് പ്രാർത്ഥിക്കും. 3 പേരും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഭാഷ ഇറങ്ങിയ തലയ്ക്ക് മുട്ടുമ്പോഴാണ് ഒരാൾ അടങ്ങുന്നത്. മനസ്സിലായി? ഇന്നോ 25 വർഷം ഞാൻ ഭാഷമായിരുന്നു. അപ്പം ഇന്നൊക്കെ ഒരു കുടുംബയോഗം അടുത്ത വ്യാഴാഴ്ച മത്തായി ചേട്ടൻ നക്ഷത്രമല്ല, വേണ്ടാന്ന് പറയുന്നതാണ്. എന്നാ പിന്നെ അമ്മണി ചേച്ചി ഞാൻ അനിയത്തിയുടെ വീട്ടിൽ പോവുക. എന്നാ പിന്നെ അവറാശൻ ചേട്ടൻ മക്കളോടൊന്ന് ചോദിക്കട്ടെ. പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ അടുത്തതാരാ? കൗസല്യ ചേട്ടതി. വീട്ടിലെ സൗകര്യമില്ല പാസ്റ്റർ, ഇന്നലെ കാര്യം ചെയ്യുക, പള്ളിക്കകത്തോട്ട് വയ്ക്കും. അങ്ങനെ കുടുംബയോഗം അവിടെ വെച്ചു. ചർച്ചില്ല, അതിങ്ങനെ പൂരപ്പറമ്പ് കണക്കെ കിടക്കുകയല്ലേ, ഇഷ്ടംപോലെ സ്ഥലം. ചില പാസ്റ്റർമാർക്കാണെങ്കിൽ ഈ കുടുംബയോഗം ഹാളിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്നറിയാമോ? ബാക്കി വരുന്ന പപ്സ് എല്ലാം പാസ്റ്റർ കൊടുത്തിച്ചു. അപ്പം അതെല്ലാം കൂടെ ഫ്രിഡ്ജിനകത്തോട്ട് തള്ളിക്കയറ്റി വെച്ചേക്കുക. ചിലരുടെ ഫ്രിഡ്ജ് തുറക്കുന്നതും വെളിപ്പാട് 19-ാം അധ്യായം തുറക്കുന്ന ഒരുപോലെ. അഗാധകൂപത്തിൽ നിന്ന് പുക പൊങ്ങിയെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയോ കയറ്റി വെച്ചേക്കുന്ന ആർക്കറിയാം. നമ്മൾ ഫ്രിഡ്ജ് മേടിച്ച് എന്നാ കണ്ടോണ്ടാ? ഫ്രിഡ്ജിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടോ? അല്ല, 1-ാം തരം ഫ്രിഡ്ജ്. ആപ്പിള് അതങ്ങ് തുറക്കുമ്പം പൈനാപ്പിളൊക്കെ പൂക്കുലണക്കെ നിൽക്കുന്നു. ആപ്പിള്, ഓറഞ്ച്, മാതളനാരകം, മുട്ട, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജ് മേടിച്ച് പെണ്ണുമ്പിള്ളിക്ക് കൊടുത്തത്. നമ്മളെയും തുറന്നു നോക്കുമ്പോഴേക്ക് ഈച്ചയാർക്കുന്നു വളിച്ച ദോശമാവും, പുളിച്ച ചപ്പാത്തിയും, കുറച്ച് തൈരും പച്ചമുളകും കാച്ചിലും, രണ്ടും എവിടെ പോയി നിൽക്കുന്നില്ലേ? പിന്നെ വ്യത്യാസം കണ്ട് ആട്ടെ. അപ്പോൾ എവിടെയാണ് സുരക്ഷിത സ്ഥലം? വീടാണെന്ന്. പണ്ടൊക്കെ ഞങ്ങളുടെ വീട് യോഗം നടത്തുമ്പോഴേ, ഞങ്ങളുടെയൊക്കെ വീടൊക്കെ ഒരു ഇല്ലായ്മക്കാരുടെ വീടൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ വീട്. അപ്പോൾ ഈ വീട്ടുയോഗം നടത്തുമ്പോൾ ഒരു മുറിയേ ഉള്ളൂ. അതിന് മാത്രം മുറിയൊന്നുമില്ല. അപ്പം എന്തു ചെയ്യും? കണ്ട് ഒടിഞ്ഞ കസേര, ഒടിഞ്ഞ കാല്, കട്ടില്, കയറുവാകിയ കട്ടില, പിന്നെ കൊരണ്ടിപ്പലക, ഇതെല്ലാം കൂടെ എടുത്ത് മുറ്റത്തോട്ടിടും. അവിടെയാണ് സഹോദരന്മാരിരിക്കുന്നത്. സഹോദരിമാരിവിടെ ഇരിക്കും. അപ്പോൾ പണ്ടൊരമ്മച്ചി യോഗം നടത്തിയപ്പം ദൈവമേ, ഈ കലമെല്ലാം കൂടെ പുറത്തോട്ട് ഇട്ടാൽ ചളങ്ങിയ കലമാണ്, കാണുന്നൊരു മോശമാണല്ലോ എന്ന് കരുതി അമ്മച്ചി ആ അടുക്കള വശത്ത് ഒരു മുറിയേ ഉള്ളൂ, ഒരു വലിയ കലം, അതിൻ്റെ മേളിൽ ഒരു ചെറിയ കലം, അതിൻ്റെ മേളിൽ ഒരു ചെറിയ കലം, ഇതിൻ്റെ മേളിൽ ഒരു മൊന്ത എന്ന് പറഞ്ഞ ചെറിയൊരു സാധനം, അതെങ്ങനെ കമഴ്ത്തി വെച്ച് ഒരു വെള്ളത്തുണി ഇട്ട് അത് വെച്ച് ആരും കാണണ്ടാന്ന്. അതിൻ്റെ അടുത്താണ് സഹോദരിമാരെല്ലാം വന്നിരിക്കുന്നത്. അവരുടെ തലയിലും വെള്ളത്തുണി. അന്ന് പ്രസംഗിക്കാൻ വന്നാകട്ടെ ഒരു പ്രവാചകനും. അദ്ദേഹം പ്രസംഗമെല്ലാം കഴിഞ്ഞ് ജനത്തിൻ്റെ ഇടയിലോട്ടിറങ്ങി തലയിലങ്ങോട്ട് കൈവച്ച് ഈ മൊന്തയുടെ തല്ലും കൈവച്ച് ദൂത് പറഞ്ഞു. ദൂത് പറഞ്ഞൊരു ട്വിസ്റ്റ് അതല്ല, ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് തുറന്നു നോക്കിയപ്പം അടിയിൽ വലിയ കലം. 6-ാം മാസം ഇത് ആൺകുട്ടി ആയിരിക്കും എന്നും കൂടെ പറഞ്ഞേച്ചാണ് അവസാനിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ നാണം കെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിട്ടും കുടുംബയോഗങ്ങൾ ലേലം ചെയ്തിട്ടില്ല. അത് പറയാനാ, ലേലം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദൈവദാസന്മാർ വീടുകളിൽ വരണം, ദൈവമക്കൾ വീടുകളിൽ വരണം. അടുപ്പം കല്ലിനെ അടുത്ത് വരെ ഇരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പണ്ടൊക്കെ പാട്ടില്ലേ? കപ്പയും കഞ്ഞിയും തീർക്കുവാൻ ഒത്തിരി പേരെ ചേർക്കുവാൻ. കപ്പയെക്കുറിച്ച് പാട്ടുണ്ടാക്കിയതാ. കപ്പ ഇവിടുത്തെ മരച്ചീനി. പിന്നെന്താ? കപ്പ വേവുവോളം പ്രസംഗം തീട്ടണം, കപ്പ മൂക്കുവോളം യോഗം കൂടണം. വൃശ്ചികക്കപ്പയാ, അത് മൂക്കുന്ന അന്ന് വരെ യോഗം, വേവുന്നവരെ പ്രസംഗം. അടുക്കള വശത്താ സഹോദരി ഇരിക്കുന്നേ. മണി 8:45. പാസ് പറയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിന്. അന്നേരം സഹോദരി എഴുതുന്നുണ്ട് സ്തോത്രം എന്ന് പറഞ്ഞാൽ വെന്തിട്ടില്ല എന്ന്. പാസ് പറയും പറഞ്ഞുകൊണ്ട് വിരാമം ഇടണമെന്നാണ് ആഗ്രഹിച്ചതെങ്കിലും ദൈവാത്മാവിനെ മറ്റൊരു ഭാഗത്തേക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു മക്കളെ. സ്തോത്രം. പക്ഷേ ആ കപ്പ തിന്നപ്പോഴും ആ അടുക്കള മൂലക്ക് നിന്ന് ആരാധിച്ചപ്പോഴും അവൻ്റെ തലമുറ എവിടെ എത്തിയെന്നറിയാമോ?
ഇന്ന് നിങ്ങൾക്ക് 2 നില വീടുണ്ടെങ്കിൽ, നിങ്ങളുടെ പിള്ളേരെങ്ങാനും ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ ആർക്ക് പറയാം, നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ലെന്ന് നമ്മുടെ അപ്പച്ചന്മാര് മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് അനുഗ്രഹമായി നമുക്കൊരു അനുഗ്രഹം കിട്ടിയെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്കായി ദൈവത്തിന് സ്തോത്രം. വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന എന്താണ് അർത്ഥം? രേഖ എഴുതിയവൻ അരമനയ്ക്കകത്താണ്. ആ രാജാവിൻ്റെ മുദ്രമോതിരം അഴിക്കാൻ ഇനി ഒരുത്തനും അവകാശമില്ല. പക്ഷെ ദാനിയേൽ പറയുകയാണ്, രാജാവേ, അങ്ങ് രാജാവാണ്, അങ്ങ് അവിടെ ഇരുന്ന് മുദ്രമോതിരം കൊണ്ട് അത് മുദ്രയിട്ടു. ഒരു കാര്യം ഓർത്തോളണം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുക്കലല്ല പോകുന്നത്, MLA കാണാനും മെമ്മോറാണ്ടം കൊടുക്കാനല്ല പോകുന്നത്, ഒരു ചുവപ്പിൻ്റെ കുരുക്ക് നാടിനെ കെട്ടടിക്കാൻ ഞാൻ അപേക്ഷിക്കാൻ പോവുകയല്ല. രാജാവ് രേഖ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനി അതിനെ അഴിക്കാൻ രാജാതിരാജാവിനെ പറ്റത്തുള്ളൂ. രാജാതിരാജാവ് എവിടെയുണ്ടെന്നറിയാമോ? എൻ്റെ വീട്ടിനകത്തുണ്ടെന്ന്. ഇന്നത്തെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിനക്കെതിരെ ഏത് രേഖ എഴുതിയാലും തലയ്ക്ക് മുകളിൽ ഉയർന്നു വരുന്ന വെള്ളത്തെ നിന്റെ കാൽ ചുവട്ടിൽ അമർത്താൻ കഴിയുന്ന ഒരു ദൈവം എൻ്റെ വീട്ടിനകത്തുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്ന, പത്മോസിൽ ഇറങ്ങി വരുന്ന, ഹിദ്ദക്കേൽ മഹാനദി തീരത്ത് ഇറങ്ങി വരുന്ന, മരുഭൂമിയിൽ ഇറങ്ങി വരുന്ന, കാരാഗ്രഹത്തിൽ ഇറങ്ങി വരുന്ന ആ ദൈവം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. അതാ വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. എനിക്കൊരു വീട് ഉണ്ടായപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, പ്രാർത്ഥിക്കാൻ ഒരു മുറി വേണം. അങ്ങനെ വീടിന് 3 സമർപ്പണമായിരുന്നു. വീട്, കിച്ചൺ, എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല മുറി പ്രാർത്ഥനാ മുറിയാണ്. 298 സ്ക്വയർ ഫീറ്റുള്ള, സീലൊക്കെ ചെയ്ത് ചുറ്റും ഗ്ലാസ്സൊക്കെ ഇട്ട് ഏറ്റവും ഭംഗിയുള്ള മുറി അതാണ്. അത് കണ്ടാൽ പ്രാർത്ഥിക്കാൻ തോന്നണം എന്ന് ഞാൻ പറയും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് വീടില്ലെങ്കിൽ ഭാരപ്പെടണ്ട, വീട് ദൈവം തരട്ടെ. വീട് തരുമ്പോൾ ഒരുപാട് മുറികൾ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ, ആവശ്യമില്ലാത്ത ഒരു മുറിയെങ്കിലും വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ചെന്ന് അതൊരു പ്രയർ റൂമാക്കി മാറ്റണം. ആ റൂമിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. 2ാമത്തെ ചിന്തയിലേക്ക് വരാം. കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. എന്തിനാ ജനൽ തുറക്കുന്നേ? കാറ്റ് കിട്ടാനാണോ? അല്ലച്ച. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 46 മുതൽ വായിക്കുമ്പോൾ അവിടെ ആലയം പണിത ശേഷം ശലോമോൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. യഹോവേ, ഞങ്ങളുടെ പിതാക്കന്മാരെങ്ങാനും നിന്നോട് പാപം ചെയ്താൽ, പാപം ചെയ്യാത്ത മർത്യരില്ലല്ലോ, നീ അവരെ ബദ്ധരായി അടിമകളായി പിടിച്ചുകൊണ്ടു പോകും. അങ്ങനെ പോയാൽ അവരെ എവിടെയാണോ കിടക്കുന്നത് അവിടെ കിടന്നുകൊണ്ട് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നോക്കി അവർ പ്രാർത്ഥിച്ചാൽ അവർ കിടക്കുന്ന സ്ഥലത്ത് നീ അവരെ വിടുവിക്കണം. രാജാക്കന്മാരോട് മനസ്സലിയണം, നീ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതല്ലേ മക്കളെ അവിടെ കൊടുത്തിരിക്കുന്നത്? അതാ കൊടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് നോക്ക്. അപ്പം ഇവരെവിടെ പോയാലും എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കും? യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. ഞങ്ങൾ പണ്ട് യാക്കോബായ സഭയിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളോട് ആരെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കും. അപ്പം ഞങ്ങൾ പണ്ട് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കും. യഹൂദന്മാരെന്ത് ചെയ്യും? യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. മുസ്ലിം സമുദായക്കാരെന്ത് ചെയ്യും? മക്കം നോക്കി പ്രാർത്ഥിക്കും. നമ്മളതെല്ലാം വിട്ട് പെന്തിക്കോസിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇക്കയെ വിട്ടിട്ടില്ല, ഇക്ക എന്ന അക്ഷരം വിട്ടിട്ടില്ല. കിഴക്ക് നോക്കി തക്കം, അത് 3 നമ്മൾ തക്കം നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? പെന്തിക്കോസുകാർ തക്കം നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. 10 മണിക്ക് യോഗം തുടങ്ങും, 11 മണിക്ക് ഒന്നും പ്രാർത്ഥിക്കും. കർത്താവ് ഇന്ന് ഞങ്ങളെ തക്ക സമയത്ത് കിട്ടിയതൊരു തക്കം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ വാതിൽ തുറന്നിട്ട് എന്താണെന്നറിയാമോ? ഒരു വാഗ്ദത്തമുണ്ടല്ലോ, ദൈവമേ, യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വാഗ്ദത്തങ്ങളുടെ നേരെയാണ് വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. ദൂത്. നമ്മൾ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ മനസ്സിലാക്കണം,
വാക്തത്വങ്ങളുള്ളവരാണ് നമ്മളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. സൗഖ്യമാക്കാമെന്നും അനുഗ്രഹിക്കാമെന്നും എന്തെങ്കിലുമൊക്കെ നന്മകൾ തരാമെന്നൊക്കെ ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. ആ വാക്തത്വങ്ങളുടെ നേരെയുള്ള വാതിൽ അടയ്ക്കരുത്. സ്തോത്രം. കാലം എത്ര കഴിഞ്ഞാലും 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് വാക്തത്വം കിട്ടി. 99-ലും അവൻ ആ വാതിലടച്ചിട്ടില്ല. ഇന്ന് പകൽ വാക്തത്വങ്ങളുടെ നേരെ വാതിലടയ്ക്കാത്തവരുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, 75-ൽ കിട്ടിയ വാക്തത്വം 99-ാമത്തെ വയസ്സിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുമാനം കൂടാരവാതിക്കൽ 3 പുരുഷന്മാർ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. അന്നാണ് അവന് കുഞ്ഞിനെ കിട്ടിയത്. ഈ ഉപവാസത്തിൻ്റെ 4-ാമത്തെ പകൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടാരവാതിക്കലേക്ക് നാളുകൾക്ക് മുൻപ് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്കായി ദൂതന്മാരെ അയക്കുന്ന പകലായിരിക്കുമെന്ന് എന്ന് വിശ്വസിക്കുവാൻ എത്ര പേര് തയ്യാറാകും? ഈ പ്രാർത്ഥനകൾ കഴിയുമ്പോഴേക്കും എൻ്റെ കൂടാരത്തിനകത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മഞ്ഞുപോലെ പെയ്തിറങ്ങുമെന്ന് വിശ്വസിക്കുവാൻ എത്ര പേർ തയ്യാറുണ്ട്? 3 പേരുടെ മുമ്പിൽ വാതിലടയുകയില്ല. ഇതൊക്കെ പഠിക്കണം. 3 പേരുടെ മുമ്പിൽ വാതിലടയുകയില്ല. 1, യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വാതിലടയുകയില്ല. യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തു. അത് ദൈവശാസ്ത്ര വിഷയം, അത് ഞാൻ പറയുന്നില്ല. ഉയർത്ത ക്രിസ്തു ശിഷ്യന്മാർ കതക് അടച്ചിരിക്കുമ്പോൾ അവർക്ക് നടുവിൽ പ്രത്യക്ഷനായി. അബദ്ധത്തിൽ 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യേശുവിന് മുമ്പിൽ കതകടയ്ക്കാൻ സാധ്യമല്ല. കാക്കാമൂല ദേശത്തെ കർത്തവേല ചെയ്യുന്ന ദൈവദാസന്മാരെ, ഒരുപടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അനേക കുടുംബത്തിൻ്റെ വാതിലുകൾ മണിച്ചിത്രത്തായിട്ട് പൂട്ടിയിട്ടുണ്ടെങ്കിലും, യേശു ആഫ്രിക്കൻ രാജ്യങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ, പാതാള ഗോപുരം പൂട്ടിട്ട പല മേഖലകളും യേശു തുറന്നിട്ടുണ്ടെങ്കിൽ, ഈ ഉപവാസ പ്രാർത്ഥനയാൽ ഇന്ന് വരെ തുറന്നു വരാത്ത ചില മേഖലകൾ, ചില ഏരിയകൾ, ഇതുവരെ വിള്ളലുണ്ടാകാത്ത ചില സംഭവ സ്ഥലങ്ങൾ, ചില കുടുംബങ്ങൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ യേശു തമ്പുരാൻ അകത്തേക്ക് പ്രവേശിക്കുന്ന കുടുംബങ്ങളും ഗോത്രങ്ങളും ഈ കാക്കാമൂലയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 2, ദൂതന്റെ മുൻപാകെയും വാതിലടയുകയില്ല. നെബൂഖദ്നേസർ രാജാവ് ചെന്നേച്ച് ചോദിച്ചു, ദാനിയേലേ, നീ സേവിക്കുന്ന ദൈവം കഴിഞ്ഞ രാത്രിയിൽ നിന്നെ വിടുവിച്ചോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ മറുപടി കേൾക്കണോ? രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. ഇത് രാജാവല്ലേ പറയേണ്ടത്? ദാനിയേൽ ദീർഘായുസ്സായിരിക്കട്ടെ എന്ന് പറയാണ്. രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ വന്നു, സിംഹത്തിൻ്റെ വായടച്ചു. സിംഹങ്ങളുടെ വായടച്ചു. ഒരുപാട് പേര് പണ്ട് പറഞ്ഞത് സിംഹത്തിൻ്റെ, അങ്ങനൊന്നുമല്ല, ഒരെണ്ണമൊന്നുമല്ല. അസംബ്ലിക്ക് നിൽക്കുന്ന സിംഹമുണ്ടച്ചാ. ഒരു സ്കൂളിൽ പിള്ളേർ നിൽക്കുന്ന പോലെ സിംഹങ്ങളുടെ വായടച്ചെന്നാണ്. എങ്ങനെ സിംഹങ്ങളുടെ വായടച്ചത്? ഇലക്ട്രിസിറ്റിക്കാർ മാവിൻ്റെ കൊമ്പ് വിട്ടുന്ന പോലെ വളഞ്ഞിരിക്കുന്ന അരിവാളുമായി ജനൽ കമ്പിയുടെ ഇടയിൽ കൂടെ സിംഹം വാ തുറന്നപ്പോൾ കുത്തി അടച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആണോ? പിന്നെ എങ്ങനാ? ചുപ്പ് രഘുവെന്ന് പറഞ്ഞോ? മിണ്ടരുന്ന് പറഞ്ഞോ? അതൊന്നുമല്ല. ഒരാശയം പറയാം. ആശയം പണ്ടത്തെ ഉപദേശിമാരുടെ ആശയമാണ്. ദാനിയേൽ ഇങ്ങനെ ചെന്ന് വീണു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം സിംഹത്തിന് സന്തോഷമായി. ഒരാഴ്ചത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനം കിട്ടി. ഫ്രിഡ്ജിലൊന്നും പുള്ളി വെക്കത്തില്ല. പുള്ളി കളിച്ച് പറിച്ച് വെച്ചാൽ ബാക്കിയിട്ടേച്ച് പോകും, അത്രയേ ഉള്ളൂ. നമ്മളാ ഫ്രിഡ്ജിൽ വെക്കുന്നത്. പുള്ളി അങ്ങനെ ചെന്ന്, ഈ സിംഹം വെജാണോ നോൺ വെജാണോ? സിംഹം വെജാണോ നോൺ വെജാ? പച്ചക്കറി തിന്നുന്ന ആളാണോ അതോ ഇറച്ചി മാംസമൊക്കെ തിന്നുന്ന ആളാണോ? ഇറച്ചി മാംസം അല്ല. പുള്ളി വെണ്ടയ്ക്കും പരിപ്പും കോവയ്ക്കൊന്നും പുള്ളി തിന്നത്തില്ല. രാജാവല്ലയോ, ബാലരാമ പറഞ്ഞാലില്ലേലും. ആ പുള്ളി എന്നിങ്ങനെ മുട്ടൂതി പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് ചെന്നിങ്ങനെ മണത്ത് നോക്കി കേട്ടോ. മണത്ത് ഞങ്ങളുടെ ഉപദേശിമാർ പറഞ്ഞ് പഠിപ്പിച്ചതാണ്, ശരിയാകാനാ സാധ്യത.
അങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ ആഞ്ഞൊന്ന് മണത്തു. വിശന്ന് കിടക്കുകയല്ലേ കൂറ കുത്തി. മണത്തപ്പം ശരിക്കും പറഞ്ഞു, എനിക്കെങ്ങും വേണ്ട ഈ സാധനം. എന്താണ്? തുവരപ്പരിപ്പ് വെന്ത് മലർന്ന മണം. ആ പുള്ളി എന്താ വെച്ചാൽ പറഞ്ഞു, ഞാൻ എനിക്കെങ്ങും വേണ്ട, നിങ്ങൾ വേണേൽ പോയി തിന്നണം. അപ്പോൾ അവർ പറഞ്ഞു, എന്തിട്ടാണ്? പോയി നോക്കിച്ചപ്പോൾ ഞാൻ നോക്കിയിട്ട് തുവരപ്പരിപ്പിൻ്റെ മണമാണ്. ഇതിന് വേറെ എന്തെങ്കിലും മണമാണോ? വേറെ ഒരു 5-6 ചെന്ന് മണത്ത് നോക്കിയപ്പോൾ വെണ്ടയ്ക്കയും കത്തിരക്കയും കോവയ്ക്കയും ഒക്കെ പുഴുങ്ങിയ മണം. ഒന്നിച്ച് പറഞ്ഞു, നമുക്ക് പറ്റിയ സാധനമല്ലിത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, രാജാവ് നൽകുന്ന രാജകീയ ഭോജനം, റോയൽ ഫുഡ്, ഇറച്ചിയും മാംസവും അടങ്ങുന്ന ഭക്ഷണം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് ശാഖപദാർത്ഥവും പരിപ്പും പച്ചവെള്ളവും കുടിച്ചവനാണ് ദാനിയേൽ. 10 ദിവസം കഴിഞ്ഞപ്പോൾ മുഖം മറ്റുള്ളവരെക്കാൾ വിശേഷമായി വിളങ്ങിയെന്ന് ഉത്തരം പറഞ്ഞോട്ടെ. 1-ാം അധ്യായത്തിലെ പരിപ്പിനും പച്ചവെള്ളത്തിനും 6-ാം അധ്യായത്തിൽ നിനക്ക് നേരെ വാ പിളർക്കുന്ന സിംഹത്തിന്റെ വായടപ്പിക്കുവാനുള്ള കഴിവുണ്ടെന്ന് അന്നവൻ വിചാരിച്ചില്ല. ഈ 5 ദിവസം പ്രാർത്ഥിക്കുമെന്ന് നാട്ടുകാര് പറഞ്ഞൊക്കെ വേറെ പണിയില്ലേ, കാവൾ ഒട്ടിപ്പോയല്ലോ, വേറെ തൊഴിലുറപ്പിന് പോകാമേലെ, പക്ഷെ ഉറപ്പിച്ചങ്ങ് കൈയടിച്ചു. ഈ 5 ദിവസത്തെ ഉപവാസമുണ്ടല്ലോ, ഈ 5 ദിവസത്തെ പ്രാർത്ഥനയുണ്ടല്ലോ, 5 ദിവസം കഴിഞ്ഞ് തന്നെ വിഴുങ്ങുവാൻ ഭാവിച്ചു വരുന്ന സിംഹസമാനമായ പ്രതിസന്ധികളെ നീ ശാന്തമാക്കുന്ന പ്രാർത്ഥനയുടെ ആറ്റം ബോംബിന് സമാനമായ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന്. സ്വത്രം. ഇനി സിംഹം മിണ്ടാതെ തന്നെന്നറിയാമോ? അത് പറയാം. ഇപ്പം നമ്മൾ ഇച്ചിരി വർത്തമാനം പറയുകയാണെങ്കിലും മുഖ്യമന്ത്രി ഇപ്പഞ്ഞിട്ട് കയറി വന്നാൽ മിണ്ടാതിരിക്കില്ലേ? മിണ്ടാതിരിക്കും. നരേന്ദ്രമോദി സാറിഞ്ഞോ മിണ്ടാതിരിക്കും. വലിയ ആൾക്കുണ്ടവനെ മിണ്ടത്തില്ല, നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. അപ്പം ഞങ്ങളുടെ ഉപദേശി പറഞ്ഞ തമാശയല്ല, ഒരു ആശയം സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കും. തൻ്റെ ഈ സിംഹം ദാനിയേലിൻ്റെ അടുത്തോട്ട് ചെന്നിങ്ങനെ നോക്കിയപ്പം ദാനിയേലിൻ്റെ അകത്ത് ഒരു കുഞ്ഞൻ മൃഗം കിഴക്കോട്ട് നോക്കിയിരിക്കുന്നു. അപ്പോൾ ഈ പുള്ളിക്കൊരു കുസൃതി തോന്നി, അതിൻ്റെ വാലയിലൊരു തട്ട് കൊടുത്തു. അങ്ങനെയാണല്ലോ, ഈ പാറ്റയെ കിട്ടിയാൽ പൂച്ച തട്ടിക്കളിക്കും, കാരണം ഓടത്തില്ലെന്നറിയാം. എലിയെ കിട്ടിയാൽ ഓടിച്ചിട്ട് പിടിക്കും, പുള്ളി സ്ഥലം വിടുമെന്നറിയാം. ഇതിങ്ങനെ ഇവിടെ കിടക്കുന്ന മൃഗമായതുകൊണ്ട് ഓടത്തില്ലെന്ന് കണ്ടതുകൊണ്ട് വാലിലും തട്ടി, അതാണെങ്ങിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ തട്ടി, അതാണെങ്ങിയില്ല. അപ്പോൾ ആ പുറത്തൊന്ന് ചൊറിയുകയും കൂടെ ചെയ്തു. ചൊറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദാനിയേലിൻ്റെ അകത്ത് കിടക്കുന്ന മൃഗം വളരെ ശാന്തമായിട്ട് സൗമ്യത കൈവിടാതെ ഇങ്ങനെ ഇങ്ങനെ നോക്കി. തിരിഞ്ഞു നോക്കിയതും തോണ്ടിയ മൃഗം സ്തംഭിച്ചുപോയി. അവൻ പതുക്കെ പുറകോട്ട് 10 അടി മാറിച്ച് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സല്യൂട്ട്. അവൻ ചെന്ന് വെച്ചപ്പോൾ മറ്റു സിംഹങ്ങൾ പറഞ്ഞു, എന്തുട്ടാണ് സല്യൂട്ട് അടിക്കണേ? ഇടാതാരെന്നറിയാമാണ്, അത് യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ് ആ കിടക്കുന്നത്. നമ്മുടെ കാട്ടിലെ ചുമ്മാ ഞഞ്ഞാ മൃഗങ്ങളൊന്നുമല്ലെന്ന്. യഹൂദാ ഗോത്രത്തിലെ സിംഹം അകത്ത് കിടക്കുമ്പോൾ സല്യൂട്ട് അടിക്കാതെ വേറെ മാർഗമുണ്ടോന്ന്. ഇന്ന് പകൽ മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ വിഴുങ്ങാൻ വരുന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ആ മിട്ട പൊട്ടുന്ന പോലെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണമെന്ന്. അപ്പൊ കർത്താവിന്റെ മുൻപാകെ വാതിലടയ്ക്കപ്പെടാൻ പറ്റില്ല, ദൂതന്റെ മുമ്പിൽ വാതിലടയ്ക്കാൻ പറ്റില്ല. 2 പ്രമാണികൾക്ക് നടുവിൽ, കാരാഗ്രഹ പ്രമാണികൾക്ക് നടുവിൽ പത്രോസ് കിടന്നുറങ്ങി. ദൂതൻ ചെന്ന് കയ്യെ പിടിച്ചു. 1-ാമത്തെ കാവൽ കടന്നു, 2-ാമത്തെ കാവൽ കടന്നു. പട്ടണവാതിക്കലെത്തിയപ്പോൾ ഇരുമ്പ് കെറ്റ് സ്വതവേ തുറന്നു. ഉറക്കം തൂങ്ങി നടക്കുന്ന പത്രോസിനെ കണ്ടത് കൊണ്ടല്ല, കയ്യെ പിടിച്ച ദൂതനെ കണ്ടപ്പോഴാണ്. ഒരു ദൂതൻ പത്രോസിനെ കയ്യെ പിടിച്ചപ്പം 3 വാതിൽ തുറന്നെങ്കിൽ ചുരുങ്ങിയ പക്ഷം നിന്റെ കയ്യിൽ 2-3 ദൂതന്മാര് പിടിച്ചിട്ടുണ്ടെന്ന് വചനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ തുറക്കാത്ത ചില ഇരുമ്പിന്റെ വാതിലുകൾ, ഇതുവരെ തുറന്നു വരാത്ത ചില ഇരുമ്പിന്റെ മേഖലകൾ, ഇന്നുവരെ വിട്ടുതരാത്ത ചില മേഖലകൾ, എത്ര പ്രാർത്ഥിച്ചിട്ടും കുടിയിരിപ്പിന്റെ ബന്ധനങ്ങൾ പോലെ മരത്തിൽ ചീവീട് പൊത്തിപ്പിടിച്ചിരിക്കുന്നതിൽ വിട്ടുതരാത്ത ചില മേഖലകൾ ഇന്ന് പകൽ ദൂതന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന്. ദാണ്ടെ ഒരെണ്ണം കൂടെ, അതേതാ? കർത്താവിന്റെ മുൻപാകെ വാതിൽ അടയുകയില്ല, ദൂതന്റെ മുൻപിലും വാതിൽ അടയുകയില്ല.
രണ്ടെണ്ണം പറഞ്ഞിട്ടും ഇപ്പോഴും കൈയടിക്കാത്തവരുണ്ട്, ഇപ്പോഴും വാ തുറക്കാത്തവരുണ്ട്, ഇപ്പോഴും സ്വത്രം പറയാത്തവരുണ്ട്. പുഴുങ്ങിയ പുട്ട് കുറ്റിക്കകത്തിരിക്കുന്ന പോലെ കൊള്ളണോ തള്ളണോ, തൊള്ളണോ തള്ളണോ, അങ്ങനെ ഏതായാലും കുറ്റിക്കകത്ത് കയറിപ്പോയില്ലേ, കുത്തി ആ മുറത്തിനകത്തോട്ടിടുക, ഒരാവിയെങ്കിലും പറക്കട്ട്. അതാണ്ട് മൂന്നാമത്തേത് പറയുമ്പം താല്പര്യമുള്ളവർ ആരാധിക്കണം. എങ്ങനെ? ഒന്നൊക്കെ എഴുന്നേറ്റൊക്കെ നിൽക്കാൻ തോന്നിയാൽ അങ്ങനെ എഴുന്നേക്കുന്ന, ഒരു ഡാൻസൊക്കെ കളിക്കാൻ തോന്നി അങ്ങ് കളിക്കുന്ന, ഒരു സ്വോത്രമൊക്കെ പറയുന്നങ്ങ് പറയുന്ന. നമ്മൾ കുറേ നേരമായില്ലേ ഇരിക്കുന്നേ. അപ്പം കർത്താവിൻ്റെ മുമ്പിൽ വാതിൽ അടയുകയില്ല, ദൂതൻ്റെ മുമ്പിൽ വാതിൽ അടയുകയില്ല. അപ്പം മൂന്നാമതേതാണെന്നറിയാമോ? നമ്മളാണ്. നേരും ചൊവ്വായി നന്നായിട്ടൊന്ന് ആരാധിക്കുന്നവൻ്റെ മുമ്പിലും വാതിൽ അടയുകയില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ ആരാധിക്കാൻ മനസ്സുണ്ട്? എത്ര പേർക്ക് അങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ മനസ്സുണ്ട്? പൗലോസും ശീലാസും കൂടെ അന്ന് ആ കാരാഗ്രഹത്തിനകത്ത് അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു. അവരാരാധിച്ച സമയത്ത് എന്തോ സംഭവിച്ചെന്നറിയാമോ നിങ്ങൾക്ക്? ശ്രദ്ധിച്ചോളൂ. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തിനാ കുലുക്കുന്നത്? ആണ്ട് തോമസ് പാസ്റ്ററും ഐസക് പാസ്റ്ററും കൂടെ മുറിക്കകത്തിരുന്ന് ആരാധിക്കുക. ആ പൂട്ട് തുറന്നാൽ പോരെ? ആ ഗോദ്രേജിൻ്റെ പൂട്ട് തുറന്നാൽ പോരെ അവർക്ക് രക്ഷപ്പെടാൻ? അവിടെ ദൈവം അവർ രക്ഷപ്പെടാനല്ല പൂട്ട് തുറന്നത്. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ എന്താ കുലുക്കിയത്? ഉത്തരം. പൗലോസും ശീലാസും ഈ പാതിരാത്രിയിൽ ഇത്രയും പീഡനങ്ങൾ സഹിച്ച് ആരാധിക്കുന്നത് കണ്ടിട്ടും ഈ യേശുവിനെ ഈ പ്രമാണി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ല. അവനാ കസേലിരുന്ന് ഇവരെ പൂട്ടിയ ഗോദ്രേജിൻ്റെ പൂട്ടിൻ്റെ താക്കോൽ പോക്കറ്റിലിട്ട് ഇവിടെ ഇരിക്കുകയാണ് കസേരയ്ക്കകത്ത്. തമ്പുരാനൊരു കാര്യം തോന്നി, ഇവനെ കുലുക്കണമെങ്കിൽ ഇവൻ്റെ കസേര കുലുങ്ങണം. ഇവൻ്റെ കസേര കുലുങ്ങണമെങ്കിൽ ഈ കാരാഗ്രഹം കുലുക്കണം. കാരാഗ്രഹം കുലുക്കണമെങ്കിൽ അതിൻ്റെ അടിത്തറ കുലുക്കണം. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുക്കണമെങ്കിൽ ആറ്റം ബോംബ് വെക്കണ്ട. ആത്മാവിൽ ആരാധിക്കുന്നവൻ കയ്യും കാലും അടിക്കാതെ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണെങ്കിലും ഹൃദയത്തിൻ്റെ ആഗ്രഹം കൊണ്ട് അവൻ ആരാധിക്കാൻ ആരംഭിച്ചാൽ ഇന്ന് പകൽ ദൈവമക്കളെ, ഒരു മിനിറ്റ് സമയം ഞാൻ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഇന്ന് വരെ പൊട്ടിമാറാത്ത ചില ചങ്ങലകൾ, ഇതുവരെ ആമം വിട്ടുതരാത്ത ചില മേഖലകൾ, ഇന്ന് വരെ തുറന്നു വരാത്ത ചില കാരാഗ്രഹങ്ങൾ, ഇതുവരെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാത്ത വിധം ബന്ധിച്ചു വച്ചിരിക്കുന്ന ചില പോർവിളികൾ, ഇന്ന് പകലും 5-ാമത്തെ ദിവസം ദൈവമക്കൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ഈ ദിവസങ്ങളിൽ കാക്കാമൂലയുടെ ചില കാരാഗ്രഹങ്ങൾ, അടിത്തറകൾ കുലുങ്ങുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റു നിന്ന് ഒരല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ പ്രിയപ്പെട്ടവരെ? കുലുങ്ങി മാറട്ടെ ചിലത്, പൊട്ടി മാറട്ടെ ചിലത്, വിട്ടു തരട്ടെ ചിലത്. കരങ്ങൾ ചേർത്തടിച്ച് ശക്തിയോടെ ഈ കൈയടിക്കുമ്പോൾ ഒരു സുഖം വരുന്നില്ലല്ലേ? കൊയ്ക്കോസ് കേട്ടിട്ടുണ്ടോ? കൊയ്ക്കോസ്. ഇത് കേട്ടും കൂടെ കൈയടിക്കും. രാജാവ് ചോദിച്ചു, ഈ വക്യോത്തൂർ കുലുക്കാനും കസേര കുലുക്കാനും നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ? അല്ല. വാർക്ക കെട്ടിടം കുലുക്കാൻ പറ്റുമോ? ഞാൻ കേട്ട കഥയാണ്. അവർ പറഞ്ഞു, ഞങ്ങളല്ല കുലുക്കുന്നത്, ദൈവമാ കുലുക്കുന്നത്. വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ദൈവമക്കൾക്ക് ആരാധിക്കാൻ രാജാവ് കൊടുത്ത വാർക്ക കെട്ടിടം കുലുങ്ങുമോ എന്നറിയാൻ രാജാവ് പരീക്ഷിച്ചു. ആ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പാവപ്പെട്ട ദൈവമക്കൾ വാർക്ക കെട്ടിടത്തിനകത്ത് ആരാധിച്ചപ്പോൾ ആ കെട്ടിടം കുലുങ്ങി എന്നാണ് പറയുന്നത്. അന്നിട്ട പേരാണ് കൊയ്ക്കോസ് എന്ന് പറഞ്ഞാൽ കുലുക്കുന്നവർ. എന്താണ്? കുലുക്കുന്നവർ. നമ്മളിപ്പോ കുലുങ്ങുന്നവരാണല്ലേ, കുലുക്കുന്നവർ. ഇനി ഒന്ന് കൈയടിച്ചോ. കൈ അടിച്ച് നമ്മൾ കുലുങ്ങുമ്പോൾ ചില മേഖലകളിൽ കുലുക്കമുണ്ടാകാൻ പോവുകയാണ്. പൊട്ടി മാറേണ്ടത് പൊട്ടി മാറുകയാണ്. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ
പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. നീതിമാന്റെ അവകാശത്തിന് മേൽ ദുഷ്ട നീ വെച്ചിരിക്കുന്ന ചെങ്കോൽ അധിക നാൾ അവിടെ ഇരിക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ 5-ാമത്തെ പകൽ 4-ാമത്തെ പകൽ ദൈവസഭയെ ആരാധിക്കുന്ന സമയത്ത് ചില കാരാഗ്രഹത്തിന്റെ ബന്ധനങ്ങൾ, ചില പൗരോഹിത്യ ബന്ധനങ്ങൾ, ചില പൈശാചിക ബന്ധനങ്ങൾ, ദേശാദിയുടെ ബന്ധനങ്ങൾ, അഷ്ടദിക്കിന്റെ അവകാശങ്ങൾ, പോരുകൾക്കുമേൽ, പോരാട്ടങ്ങൾക്കുമേൽ പൊട്ടിമാറട്ടെ. യഹൂദാ സ്തുതിക്കുന്നവൻ മുൻപോട്ട് വന്നപ്പോൾ ചെങ്കടൽ വഴിമാറിയെങ്കിൽ, തപ്പെടുത്ത മിരിയാം മുൻപോട്ട് വന്നപ്പോൾ ചെങ്കടൽ വഴിമാറിയെങ്കിൽ, സ്തുതിക്കുന്നവർ മുൻപോട്ട് വന്നപ്പോൾ യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു മാറിയെങ്കിൽ, ഇന്ന് പകൽ കാക്കാമുലയിൽ ഒരു പറ്റം ദൈവജനം ആരാധിക്കുമ്പോൾ ഇതുവരെ ഉയർന്ന പാതാള ഗോപുരങ്ങൾ ഇന്ന് പകൽ ആരാധിക്കുന്നവന്റെ മുൻപിൽ അവ ഇടിഞ്ഞു മാറട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ട് ഇരിക്കൂ. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും, പാസ്റ്റർ നേരത്തെ എഴുന്നേൽപ്പിച്ച് നേരത്തെ വിടാനാണ്. ഇടയ്ക്കൊന്ന് എഴുന്നേൽപ്പിച്ചെന്നേ ഉള്ളൂ. എൻ്റെ വാച്ചിലും 10-15 മിനിറ്റ് ഉണ്ട്. എന്തുവാ ചിന്തിച്ചത്? 2 കാര്യം ചിന്തിച്ചു. എന്താണ്? ഒന്ന്, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. രണ്ടാമതെന്താ? കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. ഇനി മൂന്നാമതെന്താ? മുൻപേ ചെയ്തു വന്നതുപോലെയുള്ള പ്രാർത്ഥന. എന്നാ രസം അതൊക്കെ പഠിക്കാന്നറിയാം. എക്സ്പെഷ്യലി ഒരു പ്രയർ ആർക്കില്ല? ദാനിയേലിനില്ല. നമുക്കുണ്ടോ? ഉണ്ട്. നമ്മളെപ്പോഴാ പ്രാർത്ഥന വെക്കുന്നേ? ഒരു സഹോദരൻ പറയാ, പാസ്റ്ററെ എന്തോ വീട്ടിൽ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെക്കണം. 25 കൊല്ലമായിട്ടൊരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോലും വരാത്തവനാണ് പറയുന്നത് 3 ദിവസം വീട്ടിൽ. അതിൻ്റെ അർത്ഥം എന്താ? പുള്ളിക്ക് ആത്മീയം കയറിയെന്നാണോ? അല്ല, ഏതോ കുഴി ചെന്ന് ചാടിയിട്ടുണ്ട്. ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് 3 ദിവസം. നമ്മുടെ എല്ലാം പ്രാർത്ഥന എന്ന് പറയുന്നത് ധർണയാണ്. പണ്ടൊരമ്മച്ചി പറഞ്ഞ പോലെ, കർത്താവേ ഞാൻ 21 ഇരിക്കുകയാണെന്ന് നീ അറിയുന്നുവല്ലോ. ഭീഷണിയാ. എൻ്റെ അർത്ഥം 21 കഴിയുമ്പോഴേക്കും എൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമായില്ലെങ്കിൽ നിന്റെ കാര്യത്തിന് ഞാൻ തീരുമാനമാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ പള്ളിയിലോട്ടുമില്ല, പ്രാർത്ഥനയ്ക്കൊത്തുമില്ല. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ദൈവം തരും കേട്ടോ. എന്നാണെന്നറിയാമോ? ഈ കാക്കാമൂലയിൽ കൂടെ 24 മണിക്കൂർ യേശു നല്ലവൻ എന്നും പറഞ്ഞ് നടന്ന നിങ്ങൾ നാളെ കൊതി നുണയും പറഞ്ഞ് ആരാനിക വരാതായാൽ ആർക്കാ ഛേദം? നാണക്കേട് ആർക്കാ? നിങ്ങൾക്കോ നാണമില്ല. അപ്പം ആർക്കാ നാണം? കർത്താവിന്. കർത്താവ് നാണം കെടാതിരിക്കാനാണ് ഇതൊക്കെ തരുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ നല്ലവരായതുകൊണ്ടൊന്നുമല്ല. ദൈവഹിതത്തിന് പ്രാർത്ഥിച്ച് മേടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. എക്സ്പെഷ്യലി പ്രയർ. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കതൊക്കെ ഇവിടെ എങ്ങും തീരത്തില്ല. കരിമ്പിൻ്റെ ജ്യൂസ് വിൽക്കുന്ന സാധനം കറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? ആ, അത് ചുമ്മാ കറങ്ങുകയാണെന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. കരിമ്പ് ജ്യൂസ് എന്നധികം കുടിക്കാറില്ലും. അവന് പ്രോത്സാഹനത്തിലൂടെ ഇന്നാളെ കയറി ഞാൻ പറഞ്ഞേടേ ഒരു കരിമ്പ് ജ്യൂസ് എടുക്കടേ. അവൻ നാട്ട് നോക്കി വയ്ക്കുമ്പോഴേക്കും സാധനമെടുത്ത് ഒരു കോലങ്ങോട്ട് വെച്ചു, 2 ആക്കി വെച്ചു, 2, 4, 4, 8, 8, 16, 16, 32, അവസാനം മുട്ടയെ വെച്ച് ഒടിച്ചേച്ചും ഒന്നോടെ വെച്ച് ഒരു നാരങ്ങയും കൂടെ ചെയ്തു. സംഗതി റെഡി. ഞാൻ പറഞ്ഞേടേ ഇന്ന് എനിക്ക് ഇത് നിർത്തിക്കൂടെ? കേളചന്ദ്രയുടെ ഈ റബ്ബർ മെഷീൻ നിർത്തിക്കൂടെ? അവൻ ചോദിക്കുക, സാറ് പോലും ഇത് കറങ്ങുന്നത് കണ്ടോണ്ടല്ലേ കയറിയത്? ഞാൻ പറഞ്ഞു അങ്ങനെ ഇതിൻ്റെ സൈക്കോളജി. ഇത് 5 സ്റ്റാർ അല്ല സാറേ. സാറ് വന്നു കഴിയുമ്പം കരിമ്പ് വെട്ടാൻ പോവുക, പിന്നെ അത് ചീകി കളയുക, ഇത് സ്റ്റാർട്ട് ചെയ്യുക. 5 സ്റ്റാർ അങ്ങനെയല്ലേ? നാളെ നാട്ടിൽ പാരഗണ് ഞാൻ പോയി.
സഭക്കാർ പറഞ്ഞു, പാസ്റ്റർക്ക് പാരകടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കെങ്ങും വേണ്ട, പോന്നു. വിശന്ന് ഒരുവിധം ഒരു പരുവായപ്പോഴാ പാരകടി ചെന്ന് എന്നപ്പോഴേ 10 മണിയായി. അയാൾ വന്ന് ഓർഡർ എടുത്ത് പോയി. എൻ്റെ വൻകുടലും ചെറുകുടലും കൂട്ടിമുട്ടിക്കഴിഞ്ഞപ്പം അയാൾ ഒരു പ്ലേറ്റ് കൊണ്ടുത്തന്നു. ഞാൻ പിന്നെ ആ പ്ലേറ്റ് നോക്കിയിരിക്കുമ്പം ഈ വൻകുടലും ചെറുകുടലും കൂട്ടിമുട്ടി അരണി കടഞ്ഞ് അക്കി വരുന്ന പോലെ നാവ് പുറത്തോട്ട് വന്നപ്പം തുടയ്ക്കാൻ ഒരു ടിഷ്യൂ പേപ്പർ തന്നു. ഞാൻ ആത്മവിവശലായി എന്ന് കണ്ടിട്ടായിരിക്കണം അയാൾ ഗ്ലാസ് കൊണ്ടു തന്നു. ഗ്ലാസ് കമഴ്ത്തി നോക്കിയത് കണ്ടിട്ടായിരിക്കണം ജഗിനത് വെച്ച് വെള്ളം തന്നു. എന്തിനേറെ പറയുന്നു, വിശന്നവൻ കയറിച്ചെന്ന് ചത്ത് അവൻ്റെ അടിയന്തരം കഴിയാതെ അവൻ സാധനം തരികയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ തട്ടുകടയുടെ സാധനം മേടിക്കുന്നത്. അപ്പം ഈ കടയിൽ ചെന്നപ്പോൾ ചെല്ലുന്നു വെക്കുന്നു. ഇതൊരു ഉദാഹരണമാണ് കേട്ടോ. പ്രാർത്ഥനയുടെ പൽചക്രം കേട്ടോ, പ്രാർത്ഥനയുടെ പൽചക്രം കറങ്ങുന്ന ഒരു വീടാണെങ്കിൽ, ഒരു സഭയാണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ, നിന്റെ വീട്ടിലേക്ക് പിശാച് വലിച്ചെറിയുന്ന എന്തിനേയും 2ആക്കി, 4ആക്കി, 8ആക്കി, 16ആക്കി അവനെ ഓടിച്ച് 4 പരുവമാക്കി വേസ്റ്റ് ബോക്സിലേക്ക് എറിയാൻ ദൈവമക്കൾക്ക് സാധിക്കുമെന്ന് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരാളും വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളും തമ്മിൽ വ്യത്യാസമുണ്ട്. വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നയാൾ ഒരു സാധാരണ കാര്യം വന്നാൽ മതി, അസാധാരണ കാര്യം പോലെ പറഞ്ഞുകൊണ്ട് കിടക്കും. നിരന്തരമായി പ്രാർത്ഥിക്കുന്നവൻ അസാധാരണമായ കാര്യം വന്നാലും സാധാരണ പോലെ അവൻ കൈകാര്യം ചെയ്യാൻ പഠിക്കും. സ്തോത്രം, സ്തോത്രം. മുൻപേ ചെയ്തു വന്നതുപോലെ ലോത്ത് എന്ന മനുഷ്യനെ അറിയാമോ? പോത്തിനെ വളർത്തിക്കൊണ്ട് നടന്ന ലോത്ത്. അവൻ ഓടി രക്ഷപ്പെടുകയാണ്. എവിടെ? പർവ്വതത്തിൽ. എൻ്റെ ലോത്തച്ചായൻ രക്ഷപ്പെട്ടത് കാലുകൊണ്ട് ഓടിയത് കൊണ്ടല്ല, 2 കൈയും വീശി ഓടിയത് കൊണ്ടല്ല, ഓട്ടക്കളത്തിൽ മിടുക്കനായത് കൊണ്ടല്ല. ലോത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ദൂതന്മാർ എവിടെ കയറി? അബ്രഹാമിന്റെ വീട്ടിൽ കയറി. അവിടെ ചെന്നപ്പം ജാപ്പാനും കൊടുത്ത് പിള്ളേരെയും കൊടുത്തും പോകുമ്പം കാലേ വീണ് കിടക്കുകയാണ്. വാളയാർ അമരവിള ചെക്ക് പോസ്റ്റ് കണക്കെ. വിടടാന്ന് പറഞ്ഞു. ഇല്ല, വിടത്തില്ലെന്ന് പറഞ്ഞു. 50 പേരുണ്ടെങ്കിൽ, 40 പേരുണ്ടെങ്കിൽ, അവിടെ 30 പേരുണ്ടെങ്കിൽ, ഈ പോത്തിനെ ഓർത്തായി പ്രാർത്ഥിക്കുന്നേ, മനസ്സിലായോ? 20 പേരുണ്ടെങ്കിൽ തമ്മിത്തല്ലൂടി പോയതാ. 10 പേരുണ്ടെങ്കിൽ, എൻ്റെ ലോത്തേ നീ വിടുവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, 19 നീ വിടുവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, 18 കാലേ വീഴാൻ ആളുണ്ടായിരുന്നു. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ പറയുന്നു, കാക്ക ആ മൂലയിൽ നടക്കുന്ന ഈ ഉപവാസം, ഈ നെടുമ്പാട് വീണ് കിടക്കുന്നത്, ഈ സാഷ്ടാംഗം പ്രണമിച്ചു കിടക്കുന്നത്, അടുത്ത 5 ദിവസം കഴിയുമ്പോൾ നിന്റെ കുടുംബത്തിൽ വരാൻ പോകുന്ന വിപത്തുകളെ, നിന്റെ സഭയിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളെ വഴിമാറ്റി ഗതി തിരിച്ചു വിടുന്ന പ്രാർത്ഥനയാണ് ഇതെന്ന് തിരിച്ചറിയുന്നവരുണ്ടോ? എന്നാണ്ട് ഹൈവേ മുഴുവൻ പണി നടക്കുക കേട്ടോ. ആണ്ട് ചെല്ലുമ്പം സ്റ്റോപ്പ് മെൻ അറ്റ് എ വർക്ക്, തിരിഞ്ഞു പോണം. എത്ര വലിയ കല്ലട ബസ്സാണേലും, എത്ര ചെറിയ കാളവണ്ടിയാണേലും ബോർഡ് കണ്ടാൽ തിരിഞ്ഞു പൊക്കോളണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ തലമുറയെ ലക്ഷ്യമാക്കി വരുന്ന അഗ്നിയമ്പുകൾ, നിന്റെ കുടുംബത്തിലേക്ക് വരുന്ന ദുഷ്ടന്റെ തീയമ്പുകൾ, നിന്റെ സഭയിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഇന്ന് ആ 4ാമത്തെ പകൽ നമ്മൾ ബോർഡ് ഉയർത്തുകയാണ്. സ്റ്റോപ്പ്, സ്റ്റോപ്പ്. അത് എൻ്റെ സഭയിലേക്ക് കയറരുത്, എൻ്റെ വീട്ടിലേക്ക് വഴിമാറി പോവുക. ഒരു കമാൻഡിങ് പവറോടെ ഇന്ന് കൽപ്പിക്കുവാൻ അധികാരമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ അതരങ്ങൾ തുറന്നൊരു കൽപ്പിക്കുക, വഴിമാറി പോവുക, ഗതി മാറി പോവുക. അതാണ് മക്കളെ മുൻപേ ചെയ്തു വന്നത് പോ. അടുത്തെന്താ? സമയം കുറവാ, അതുകൊണ്ട് ഓടി കയറണം. അടുത്തെന്താ നമ്മളെ? 3 നേരം. 3 നേരം വല്ലതും ഉണ്ടോ? അതുണ്ട്. നേരത്തെ പറഞ്ഞൊന്നുമില്ലേലും അതുണ്ട്. 3 നേരം. എന്തുവാ?
അതുണ്ട് 3 നേരം. 3 നേരമൊക്കെയാണോ തിന്നുന്നത് ആർക്കറിയാം? രാവിലെ എഴുന്നേൽക്കുമ്പം പല്ല് തേക്കാതെ വിടക്കടക്കം കുടിക്കുന്ന കാപ്പി വിടക്ക് കാപ്പി, ഇംഗ്ലീഷിൽ ബെഡ് കോഫി, അങ്ങനെ പറഞ്ഞോളാം, നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൂ. പിന്നെ ആണ്ട് കൊച്ചു പോകാൻ നേരത്തെ നൂഡിൽസ് ബാക്കി വെച്ച് പോയി, അമ്മ തിന്നു. അപ്പൻ്റെ പുട്ടും പിന്നെ പയറും ബാക്കി, അത് അമ്മ തിന്നു. എല്ലാവരുടെയും ബാക്കി തിന്നുന്നതാണ് ഈ പാവത്തുങ്ങൾ. അതാണ് രണ്ടാമത്തെ. അവർ കഴിക്കുന്നൊരു 11:30 ആകുമ്പോഴാണ് ചില പേസ്റ്റൊക്കെ എടുത്ത് മുറ്റത്തോട്ട് ഇറങ്ങി, ഈ പ്രാവശ്യം മാവ് വേണ്ടതുപോലെ പൂത്തില്ല, എന്നാൽ 4 മുറ്റം നടന്നൊരു അരദോശ, അതാണ് മൂന്നാമത്തേത്. ഉച്ചയ്ക്കൊന്ന് 4 മണിക്ക് പിള്ളേർ വരുമ്പോൾ 5, വൈകിട്ടൊന്ന് 6. ഇപ്പം എത്ര നേരമായി? 6, 7 നേരമുണ്ട് കേട്ടോ. ഞാൻ തന്നെ ദിവസം 7 പ്രാവശ്യം സ്തുതിക്കുന്നു. 119-ാമത്തെ സങ്കീർത്തനം. 7-ാമത്തെ നേരം എന്നറിയാമോ? എല്ലാ വീട്ടിലുമില്ല, തീരെ പാവത്തങ്ങളുടെ വീട്ടിൽ 7-ാമതൊരു ഭക്ഷണമുണ്ട്. കിടക്കാൻ നേരത്തെ 1 ഗ്ലാസ് പാല്. അത് വടക്കേ ഇന്ത്യയിലെ ചായ ഗ്ലാസ്സല്ല, പുട്ടും കുറ്റിയുടെ നീളമുള്ള ഗ്ലാസ്സാണ്. അതിനകത്ത് ഹോർലിക്സും ബോൺവിറ്റയും കൂടെ സമം കലർത്തിയിടണം കേട്ടോ. വെട്ടിയാൽ വേർതിരിയേലാത്ത കോഴിക്കോടൻ അലുവയും പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈന്തപ്പഴവും ഒരു 4 എണ്ണം, കശുവണ്ടിപ്പരിപ്പ് 3 എണ്ണം, ബദാം പിസ്സയൊക്കെ ഒരു 3-4 എണ്ണം വീതം, ഒരു 5-6 ഞാലിപ്പൂവിൻ്റെ പഴം, ഒരു ബാക്കറ്റിൻ്റെ ബണ്ണ് മേടിക്കണം, 1 എണ്ണം പൊട്ടിച്ച് തിന്നണം. ബാക്കി ഉറുമ്പ് കയറൂലോ, കളയണ്ടല്ലോ എന്ന് കരുതി അതും കൂടെ തിന്നണം. എല്ലാം കൂടി ഒരു 450 ഗ്രാം. അതാണ് 7-ാമത്തെ നേരം. ഇനി പിള്ളേരോടാ പറയുന്നത്, 7 നേരം തിന്നുന്നവൻ 7 പ്രാവശ്യം പ്രാർത്ഥിക്കണം. 6 നേരം തിന്നുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുക പുറകിൽ പാട്ടുകാർ പിള്ളേർ. 5 പ്രാവശ്യം തിന്നുന്നവർ, 4 പ്രാവശ്യം തിന്നുന്നവർ, 3 പ്രാവശ്യം തിന്നുന്നവർ, 2 പ്രാവശ്യം തിന്നുന്നവർ. നിങ്ങൾ പറയുന്നില്ലേ? പറയുന്നുണ്ട്. 1 പ്രാവശ്യമേ തിന്നുന്നുള്ളൂ എങ്കിൽ, അപ്പോൾ 1 പ്രാവശ്യമേ പ്രാർത്ഥിക്കുന്നുള്ളൂ എങ്കിൽ ഉറക്കപ്പറ 1 പ്രാവശ്യമേ കഴിക്കാവൂ. എപ്പോഴും തിന്നുന്നവർ പറഞ്ഞില്ലേ ഇവര്? എപ്പോഴും തിന്നുന്നവര് എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാത്തവൻ ഉണ്ടോ? ആ സ്റ്റൈല് പോയ പോക്ക് കണ്ടോ നിങ്ങൾ? ദിവസം 3 നേരം. ആര്? രാജ്യത്തെ 2-ാമനും 3 നേരം പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. 1-ാമനും 2-ാമനുമായ പത്രോസിനും യോഹന്നാനും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. 4 പതിറ്റാണ്ട് ഭരിച്ച ദാവീദിന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. ആർക്കാണ് ഇവിടെ? നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പള്ളിയാണ് പുതുപ്പള്ളി. ഒരു കല്യാണം കെട്ടിക്കഴിഞ്ഞാൽ ചെന്നപ്പോൾ ഞാൻ അവിടെ കപ്പ്യാരോട് ചോദിച്ചു, അങ്ങേരെങ്ങാനും ഇവിടെ വരുമോ? എൻ്റെ പൊന്നു സാറേ, അതിവേഗം ബഹുദൂര ഓടിയാലും ശനിയാഴ്ച പോയിട്ട് ഗസ്റ്റ് ഹൗസിലും ഞായറാഴ്ച രാവിലെ താണ്ടെ ആ വാതക്കയും കാണും. ഉണ്ടോ? 4 കോടി ആളുകളിലെ മുഖ്യമന്ത്രിക്ക് ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. പിന്നെ ആർക്കാ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ നേരമില്ലാത്ത? ഒരു പണിയില്ലാതെ സർവക്കല്ലിൽ ഓന്തുപോലെ ഇരിക്കുന്നത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് മാത്രം വിളിച്ചാൽ വരാൻ നേരമില്ലെന്ന്. സ്തോത്രം. ശീലിക്കണേ. ഇനി അടുത്തതും കൂടെ പറഞ്ഞ്, അടുത്തെന്താ മക്കളെ? ദിവസം 3 നേരം അടുത്ത് മുട്ടുകുത്തി. മണി 1 മണിയാകാൻ പോകുന്നു. ഇപ്പം നിർത്തണോ അതോ മുട്ടുകുത്തിയും സ്തോത്രം ചെയ്തും അതും കൂടെ പറഞ്ഞു നിർത്തണോ? എല്ലാം പറഞ്ഞ് നിർത്തിയാൽ മതി. അപ്പം നിങ്ങളുടെ പെർമിഷനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ വാച്ച് കെട്ടി കല്ലിയ പറയണ്ട, വെറുതെ ബൈബിൾ എടുത്ത് സിബ് ഒന്നിട്ട് കാണിക്കണ്ട. ആരിട്ടാലിട്ടില്ലേലും ഇതും കൂടെ പറഞ്ഞിട്ടേ നിർത്തത്തുള്ളൂ. പറയാൻ പെർമിഷനുണ്ട് അല്ലേ തോമസ് പാസ്റ്ററെ? ശരി. അപ്പം 5-ാമത്തേത് എന്ത് ചെയ്യണം എന്ന് കരുതി നീട്ടത്തൊന്നുമില്ല. ഇപ്പം ഈ പറഞ്ഞതിലും ആവശ്യമില്ലാത്ത കാര്യമായിരുന്നോ? എല്ലാം ആവശ്യമുള്ളതല്ലേ? അപ്പം 5-ാമത്തെ എന്തുവാ? മുട്ടുകുത്തി. എന്നാ ദൂതാന്നറിയാമോ? ഞാൻ അതൊക്കെ ചുരുക്കി അങ്ങോട്ട് പറയാം. ചുരുക്കി നമ്മുടെ റോൾ മോഡൽ ആരാ? യേശു ക്രിസ്തു. അങ്ങനെയല്ലേ വേണ്ടത്? ഗെത്സമനയിൽ യേശു എന്തോ ചെയ്തു? പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? മുട്ടുകുത്തി. അവിടെ ആരാ ഉള്ളത്? ഒരെണ്ണമില്ല. കയ്യിൽ അറസ്റ്റ് ചെയ്തപ്പെട്ടപ്പോഴേ ഒക്കെ ഓടിപ്പോയി. പിന്നെ ആര് മാത്രമേ ഉള്ളൂ അവിടെ? പിതാവായ ദൈവം. പഠിച്ചോളണേ. അതുകൊണ്ടാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം. അപ്പോൾ അവിടെ ആരുണ്ട്?
അപ്പം എവിടാ മുട്ടുകുത്തിയത്? അത്രയും മനസ്സിലായല്ലോ. ഇനി അത് കഴിഞ്ഞ് സ്തോത്രം പാടി ഒലിവമലയ്ക്ക് പോയി ക്രൂശിങ്കിലേക്ക് വരികയാണ്. ക്രൂശിൽ ആരൊക്കെ ഉണ്ട്? എല്ലാ പുള്ളികളും ഉണ്ട്. താഴെ അമ്മയുണ്ട്, ശിഷ്യനുണ്ട്, 2 കള്ളന്മാരുണ്ട്, പടയാളികളുണ്ട്, എല്ലാവരും ഉണ്ട്. ആരില്ല? പിതാവിൻ്റെ സാന്നിധ്യം ഒരല്പം മങ്ങലേറ്റു. എന്താ കാര്യം? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പോലും ഗദസമനയിൽ ദൂതന്മാർ വന്ന് അവനെ ധൈര്യപ്പെടുത്തിയെന്ന. കപ്പിലാര ഞരമ്പുകൾ പൊട്ടിയപ്പോൾ, രോമകൂപങ്ങളിൽ കൂടെ ചോരത്തുള്ളികൾ ഇറ്റിറ്റ് വീണപ്പോൾ ദൂതന്മാർ ഒന്ന് ധൈര്യപ്പെടുത്തിയെന്ന്. ക്രൂശിൽ അവരെയൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് അവൻ്റെ നാവ് അണ്ണാക്കോട് വറ്റിപ്പോയത്, അസ്ഥിബന്ധങ്ങൾ വിട്ടുപോയത്. ദൈവം പോലും കൈവിടപ്പെട്ടതുപോലെ ഫീലുണ്ടായി. പക്ഷേ അങ്ങനെ മരിച്ച ക്രിസ്തുവിനെ കുറിച്ചൊരു വചനം എൻ്റെ ആവേശമാണ്. യോഹന്നാൻ 19:30. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം. ഒന്ന് വായിച്ച മോളെ, ഇനി അധികം വായിപ്പിക്കത്തില്ല. 19:30. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. തല എന്തോ ചെയ്തു? മരിക്കുമ്പം ആരെങ്കിലും ചായ്ക്കൂ? ഇല്ല, കുമ്പിടും. എനിക്കിപ്പോൾ ഒരു അറ്റാക്ക് വന്ന് മരിക്കാന്നിരിക്കട്ടെ, എനിക്ക് നിങ്ങൾക്കാർക്കെങ്കിലും മരിക്കാന്നിരിക്കട്ടെ എന്നാണ് ആദ്യം പറയാൻ തോന്നിയത്. ചിലരുടെ ഇരിപ്പ് കണ്ടപ്പം വേണ്ടാന്ന് വെച്ചു. ഞാനെങ്ങാനും ആണെങ്കിൽ തോമസ് പാസ്റ്റർ, ഐസക് പാസ്റ്ററും കൂടെ അതിവേഗത്തിൽ നിലമ്പൂരെത്തിച്ചോളും. അപ്പോൾ പ്രശ്നമില്ല. ഞാൻ മരിക്കാതിരിക്കട്ടെ. തല എന്ത് ചെയ്തു? ഇങ്ങനെ നിൽക്കുമോ? കുമ്പിടും. തിരുമേനിമാരും ബിഷപ്പുമാരും മരിച്ച് 3-4 ദിവസം കഴിയുമ്പം നാടും നഗരിയും കാണിക്കാൻ കൊണ്ടു നടക്കത്തില്ലയോ? അന്നേരം തല നേരെ വെച്ചേക്കണേ. അത് കുമ്പിടാത്തതുകൊണ്ടാണോ? അല്ല, തലേണയും കഴുക്കോലും കെട്ടിവെച്ചേക്കുകയാണ്. അതൊക്കെ കുമ്പിട്ടതാണ്. മൊർദെഖായിയെക്കുറിച്ച് ഹാമാൻ്റെ പരാതി എന്തായിരുന്നു? ഇവൻ കുമ്പിടുന്നില്ല. കുമ്പിടുക എന്ന് പറഞ്ഞാൽ തോക്കുക എന്നാണ്. ചായ്ക്കുക എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾക്കൊരു കുഞ്ഞ്, നിങ്ങൾ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക, ഭയങ്കര ധൃതിക്ക് ഇവന് കുറുക്കുണ്ടാക്കുക. അപ്പം അവൻ ഓടി വെച്ചും അമ്മിഞ്ഞ പാലിന് വേണ്ടി ബഹളം വെക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലയോ? അപ്പം നിങ്ങൾ തിരക്കിനിടയ്ക്ക് അവന് എടുത്ത് അമ്മിഞ്ഞ പാൽ കൊടുക്കുക. കുടിച്ചോണ്ടിരുന്നപ്പം അവനങ്ങ് തല ചായ്ച്ചു, മാറിടത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉണ്ടാകാറില്ലേ? ഉണ്ടാകണം. അപ്പം നിങ്ങൾ എൻ്റെ കൊച്ചു ചത്തുപോയി എന്ന് പറയാറുണ്ടോ? ഇല്ല. അവനെങ്ങാണ്ട് കളിച്ചോണ്ടിരിക്കുക, ക്ഷീണം കൊണ്ട് ഓടി വന്ന് അമ്മിഞ്ഞപ്പാൽ കുടിച്ചപ്പോൾ അതങ്ങ് ഉറക്കം വന്നപ്പോഴേ ഓടി വരുന്നേ. വലിച്ചു പറിച്ചെടുത്ത് അവനെ തൊട്ടിയിൽ കിടത്തി. കിടത്തുമ്പോഴേ അമ്മയ്ക്കറിയാം കുടിച്ചത് മുലപ്പാല. വലിയ താമസമില്ലാതെ ഈ പുള്ളി എന്തു ചെയ്യും? എഴുന്നേറ്റ് വരും. അപ്പോഴേക്കും കുറുക്കുണ്ടാക്കി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇതുപോലെയാണ് യേശുവിൻ്റെ ക്രൂശ് മരണം. യേശു പരാജയപ്പെട്ട ധീരരോധനത്തോടെ അടങ്ങിയതല്ല. മരണമെന്ന മഹാപ്രതിഭയ്ക്ക് മുൻപിൽ തോറ്റതുമല്ല. 4000 വർഷം കൊണ്ട് നടപ്പിൽ വരുത്താത്തൊരു മഹാകാര്യം 30 വർഷത്തെ പരിശീലനം നടത്തി 3.5 വർഷം ഗോദായിലിറങ്ങി പീലാത്തോസിൻ്റെ കൽത്തള മുതൽ കാൽവറി വരെ മെതിച്ച് 12 റൗണ്ട് ഇടിച്ചൊതുക്കിയ മേരിക്കോമിനെ പോലെ അവനെ ഇടിച്ചൊതുക്കി. ആ ക്ഷീണം വന്ന യേശു പറഞ്ഞു, ഒന്ന് ക്ഷീണമുണ്ട്, തല ചായ്ച്ചോട്ടെ. സ്വന്തം തോളിൽ തല ചായ്ച്ചു. യേശു തോറ്റതല്ല. മരണത്തിന് മുമ്പിൽ അവൻ തോറ്റിട്ടില്ല. തെളിവ് നേരെ ദൈവം പറഞ്ഞു, അവിടെ പൊക്കോ, തൊട്ടിൽ അവിടെ റെഡിയാണ്. അരിമത്യക്കാരനായ യോസേഫിൻ്റെ കല്ലറ നമ്മുടെ യേശുവിന് അമ്മത്തൊട്ടിൽ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നവൻ വിശ്രമിച്ചു. 3-ാം ദിവസം എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം പറഞ്ഞ വെല്ലുവിളി കേൾക്കണോ? ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ? ഇന്ന് പകൽ ഞങ്ങൾ ഇങ്ങനെ പറയട്ടെ, ഗദസമനയിൽ മുട്ടുകുത്തിയാൽ കാൽവറിയിൽ മുട്ടുകുത്തേണ്ടി വരില്ല. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തിയാൽ മനുഷ്യന്റെ മുൻപാകെ മുട്ടുകുത്തേണ്ടി വരില്ല. ദൈവത്തിന് മുൻപാകെ കരയാൻ പഠിച്ചാൽ മനുഷ്യന്റെ മുൻപാകെ കരയേണ്ടി വരില്ല.
ദൈവത്തിന് മുൻപാകെ കൈ നീട്ടി അപ്പാ എന്ന് പറഞ്ഞ പോലെ ചോദിക്കാൻ പഠിച്ചാൽ മനുഷ്യന് മുൻപാകെ തെണ്ടി നടക്കേണ്ടി വരില്ല. ദൈവത്തിന് മുൻപാകെ തിരക്ക് മാറ്റിവെച്ച് 7, 5, 21 ഇരിക്കാൻ ശീലം കാണിച്ചാൽ ഒരു ചുവപ്പിന്റെ കുരുക്കുനാട പോലും അഴിക്കുവാൻ നീ ഒരു മെമ്പറുടെ അടുക്കൽ പോലും പോകേണ്ടി വരില്ല. ദൈവത്തിന് മുൻപാകെ ആരാണോ തോറ്റു കൊടുക്കുന്നത് അവനാണ് മനുഷ്യന് മുൻപാകെ ജയിച്ചവനായി മാറുന്നത്. ഇന്ന് പകൽ തോറ്റു കൊടുക്കാം, ഇന്ന് പകൽ കവിണ്ണ് വീഴാം, ഇന്ന് പകൽ കരയാ, നിനക്കൊരു ജയമുണ്ട്. അവസാനത്തെ ഭാഗം സ്തോത്രം സ്തോത്രം ചെയ്തുകൊണ്ട്, അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടോ, വിഷമിക്കണ്ട. സ്തോത്രം പ്രാർത്ഥനയ്ക്ക് മുമ്പ് സ്തോത്രം പറഞ്ഞ ഒരാളുണ്ട്, അറിയാമോ? വായിക്കൊന്നും വേണ്ട. നെഹമ്യാവ് 11:17 പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന മത്തന്യാവ്. കേട്ടോ മക്കളെ, ഒരു പാട്ട് പാടി നമുക്ക് ആരാധിക്കുകയല്ലേ നല്ലത്. ഇപ്പോഴല്ലത് കഴിയുമ്പം ഒരു വർഷിപ്പ് സോങ് റെഡിയാക്കി വെച്ചോ. ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. ശ്രുതിയും താളവും ലയോ രാഗമൊക്കെ അങ്ങ് തീരുമാനിച്ചോ. ശരി, എനിക്ക് ശബ്ദമില്ലാത്തതുകൊണ്ടാണ്, പിന്നെ ഞാനങ്ങനെ അധികം പാടാറില്ല. ഇത്രയും നല്ല പാട്ടുകാരിരിക്കുമ്പം നമ്മളീ വേണ്ടാത്ത ആത്മഹത്യാപരമായ പണിക്കൊക്കെ പോകണ്ട. വല്ല കാര്യമുണ്ടോ? അവർ പാടും കേട്ടോ, അവർ പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ ആരാധിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളണം, സ്തോത്രം 2 അക്ഷരമേ ഉള്ളൂ. ആറ്റം 2 അക്ഷരമേ ഉള്ളൂ. ബോംബ് 2 അക്ഷരമേ ഉള്ളൂ. ഈ 2 അക്ഷരക്കാരൊക്കെല്ലാം പ്രശ്നക്കാരാ. പണ്ട് ഹിരോഷിമ നാഗസാക്കിയിൽ ഇട്ടതായി, ഇന്നവരെ അവിടെ ദുരിതം മാറിയിട്ടില്ല. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ ആയുധമാണ് സ്തോത്രം. നമ്മളെന്ത് ചെയ്താൽ പറയുകയില്ല. നമ്മളതിപ്പോൾ കോൺട്രാക്റ്റ് ഏൽപ്പിച്ചിരിക്കുക. കോൺട്രാക്റ്റ് ആരാ? വർഷിപ്പ് ലീഡേഴ്സ് വന്നിട്ട് പറയും, നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ, ഇന്ന് ദൈവം തന്നെ അനുഗ്രഹിക്കുക. അന്നേരമാണ് നമ്മൾ കൈ കൊടുക്കാനിരിക്കുന്നത്. നമുക്ക് കൈ കൊടുക്കണമെന്നുള്ളൂ, പക്ഷേ ഈ പുള്ളി ഒന്നും പറയുന്നില്ല. അത് കാരണം ഇങ്ങനെ നോക്കിയിരിക്കുക. ചിലർ 8-10 പ്രാവശ്യം കൈ കൊടുപ്പിക്കും, ചിരിക്കാൻ പറയും, റബ്ബർ ബാൻഡ് വിട്ടിട്ട് ചിരിക്കുന്ന പോലെ ചിരിക്കും ചിലർ. ഈ അംഗവിക്ഷേപങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നും നമ്മൾ അംഗൻവാടിയിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട, ഇപ്പോൾ അതേ നിർത്തിത്തരാം. ബാൻ്റെ സ്വോത്രം പതിനെ മഹത്വം പറയാൻ പോകുക കേട്ടോ. സ്വോത്രം എന്ന് ഉറക്കെ പറഞ്ഞാൽ എന്തോ സംഭവിക്കും? എന്തും സംഭവിക്കുമെന്ന്. ഞങ്ങളുടെ രായമംഗൽ അപ്പച്ചൻ 2 ആൺപിള്ളേർ ജപ്തി വന്നു. പുള്ളി വന്നിച്ച് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ ജപ്തിക്ക് നോട്ടീസ് വന്നു, ദൈവത്തിന് സ്വോത്രം. അപ്പോൾ ആൾക്കാർ കളി, ഈ മുതുക്കന് വിവരമില്ല, ജപ്തി വന്നതിനും തെങ്ങ് വീണതിന് ആരും സ്വോത്രം പറയൂ. പിറ്റത്തെ ആഴ്ച പുള്ളി വന്നിച്ച് പറയാം, കഴിഞ്ഞ ആഴ്ചയിൽ ജപ്തി വന്നു, ദൈവത്തിന് സ്വോത്രം. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു എത്ര രൂപ അടയ്ക്കാനുണ്ടെന്ന്. നോക്കിയപ്പം എൻ്റെ പേപ്പർ കാണാനില്ല, ദൈവത്തിന്. പുള്ളിയുടെ പിള്ളേരെ ഗൾഫിൽ പോയി. 2.5 വർഷം കഴിഞ്ഞ് അടയ്ക്കേണ്ട പൈസ അയച്ചു കൊടുക്കാമെന്ന് പിള്ളേർ പറഞ്ഞു. പുള്ളി എന്ന് പറഞ്ഞു, പൈസ ആയിട്ടുണ്ട്, എവിടാ പേപ്പർ? അന്വേഷിച്ച് പിടിച്ചപ്പം നേരത്തെ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പെരുമ്പാവൂർക്ക് കൊണ്ടുപോയ ഒരു അലമാരയ്ക്കകത്ത് ഈ ഫയല് പോയത് അവനെ കണ്ടില്ല. അവരാ ഫയൽ തപ്പിപ്പിടിച്ചു. 2.5 കൊല്ലത്തിന് ശേഷം ഫയൽ കണ്ടു. അടച്ചോളാൻ പറഞ്ഞു. അപ്പച്ചൻ പറയുക, 2.5 കൊല്ലം മുമ്പ് ജപ്തി വന്നു, ദൈവത്തിന് സ്വോത്രം. ഒരാഴ്ച കഴിഞ്ഞ് ഫയല് കാണാനില്ല, ദൈവത്തിന് സ്വോത്രം. ഇപ്പം പിള്ളേർ പോയി കാശ് അയച്ചു, നമ്മൾ ഫയല് കണ്ടു, ദൈവത്തിന്. സ്തോത്രത്തിന് ഗതിവിഗതികൾ നിർണ്ണയിക്കാൻ പറ്റും. ഒരു സ്തോത്രത്തിന് കാര്യങ്ങളുടെ കിടപ്പ് കീഴ്മേൽ മറിക്കാൻ പറ്റുമെന്ന്. ഇതാണ്ട് എബ്രാഹിമിന്റെ വാക്യം പറയാം, വിശ്വാസത്താൽ വാളിൻ്റെ വാഴ്ത്തല തെറ്റി, സിംഹത്തിൻ്റെ വായ് അടച്ചു, രാജ്യങ്ങളെ പിടിച്ചടക്കി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, മരിച്ചവരെ തിരികെ. കേട്ടിട്ടുണ്ടതൊക്കെ. ഞാൻ ഈ കൊട്ടാരക്കര ഒരു കാറിന് പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു 6-7 കൊല്ലം മുമ്പ് പോകുമ്പം അങ്ങനെ ഉറങ്ങിയാ പോകുന്നത്. ചില ശാരീരിക പ്രയാസമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പം പോകുമെന്നും പറഞ്ഞൊരു ലോറി വന്ന് ഹോണടിക്കുന്നു. ഞാൻ നോക്കിയപ്പം എൻ്റെ മുമ്പിൽ ലോറി വന്ന്, ഞാൻ റോട്ടിൽ നിന്ന് മാറി ചാവിട്ടി നിർത്തി. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിലെ കുഴപ്പമാണ്. എന്നാൽ പിന്നെ ആ ചേട്ടനോട് ഒരു സോറി പറഞ്ഞേക്കാമെന്ന് കരുതി
ഞാൻ ഈ ഗ്ലാസ് താഴ്ത്തി കഴുത്ത് വെള്ളോട്ട് ചേട്ടാന്ന് വിളിക്കുകയും അയാൾ ഒരു 4-4.5 കിലോ തൂക്കം വരുന്ന ഒരു സാധനം എന്നോട് പറഞ്ഞു. എൻ്റെ പൊന്ന്, ഓ, പാതിരാത്രി തല വെളിയിലോട്ട് പോയി കിട്ടിയൊരു സാധനം. ഞാൻ പിന്നെ തിരുവാനൂർ ഇനി മേലാൽ തല എന്ത് ചെയ്യത്തില്ല. ഈ പാതിരാത്രി വളിച്ചതും മുളിച്ചതും കേൾക്കാൻ നമ്മൾ ഇപ്പം ഞാൻ കാരണത്തിരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അകത്തിരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അശ്രദ്ധ വരുമ്പോഴേ ഉറങ്ങിപ്പോവല്ലേ. 4 കൊല്ലം കൊണ്ട് 1,07,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. അത് ഈ വണ്ടി, അങ്ങനെ എത്ര വണ്ടിയായി. അപ്പം ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ പോകും. പുസ്തകമൊക്കെ ഉള്ളതുകൊണ്ട് പുസ്തകം കൊണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം വണ്ടി ഓടിക്കുന്നവരല്ലേ? നിങ്ങൾ പല പ്രാവശ്യം അപകടത്തിൽപ്പെട്ടിട്ടില്ലേ? ചില പിള്ളേരൊക്കെ പറഞ്ഞ ഞാനങ്ങോട്ട് വീശിയെടുത്തു, പവർ ബ്രേക്കും ക്ലച്ചും സ്റ്റിയറിങ്ങും, എനിക്ക് ബ്ലേഡ് പരുവത്തിന്. എൻ്റെ പൊന്നച്ച, നിൻ്റെ ബ്ലേഡും കുന്തവും കുടച്ചക്കറൊന്നുമല്ല. എന്നാ കാര്യം അറിയാമോ? ഈ 12 SC ലോറിയൊക്കെ വന്നപ്പോൾ നമ്മൾ അന്നേരം എന്നാ പ്രാർത്ഥിച്ചേ പറ? ഈ റോഡ് നിങ്ങളങ്ങോട്ട് മുറിച്ച് കിടക്കുമ്പോൾ ഒരു വണ്ടി വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വണ്ടി വന്ന് ചവിട്ടി നിർത്തി. അന്നേരം നിങ്ങൾ എന്തോ പറഞ്ഞു? വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നടുറോഡിനായ ദൈവത്തിന്, അങ്ങനെയൊക്കെ പറഞ്ഞാണോ പ്രാർത്ഥിച്ചേ? സ്തോത്രം അല്ലേ പറഞ്ഞുള്ളൂ. ഒറ്റ സ്തോത്രത്തിന് 12 ലോറിയെ നിന്നെ തൊടാതെ ഒരടി മാറ്റിവിടാൻ കഴിയുമെന്ന് ഒരു വട്ടമല്ല 10,000 വട്ടം അനുഭവിച്ച ഡ്രൈവേഴ്സ് ഇതിനകത്ത് ഇരിക്കുന്നില്ലേ? അതുകൊണ്ട് ഞാൻ സ്തോത്രത്തിൻ്റെ മഹത്വം പറയാൻ പോവാ. എല്ലാവരും എഴുന്നേറ്റോ. വീട്ടിൽ പോകരുത്, ഇത് സ്തോത്രം പറഞ്ഞിട്ട് വേണം പോവാൻ. വിശ്വാസത്താൽ രാജ്യങ്ങളെ പിടിച്ചടക്കുക, അങ്ങനെയല്ലേ? രാജ്യങ്ങൾ പിടിച്ചടക്കാന്ന് അങ്ങനെ സ്തോത്രം പറഞ്ഞു. ഇസ്രായേൽ ജനത്തെ പരാജയപ്പെടുത്തുവാൻ മിദ്യാനിൽ വന്ന് തമ്പടിച്ചു. വായിച്ചിട്ടുണ്ടോ പഴയമത്തിൽ? ഇല്ലെങ്കിൽ വായിക്കണ്ട, ഉണ്ട്. മിദ്യാന് തമ്പടിച്ചു. ഒരു പാളയം തമ്പടിക്കുക എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ പാളയം തമ്പടിക്കണമെങ്കിൽ 220 ഏക്കർ സ്ഥലം വേണം കേട്ടോ. 220 ഏക്കർ സ്ഥലം വേണം ഒരു യുദ്ധസന്നാഹം തമ്പടിക്കണമെങ്കിൽ. മിദ്യാനിൽ വന്ന് തമ്പടിച്ചു. ഏകദേശം 200 ഏക്കർ എന്ന് വിചാരിക്കുക. അന്ന് രാത്രി ഒരുത്തൻ സ്വപ്നം കണ്ടു. സ്വപ്നം എന്ന് മനസ്സിലായോ? ഒരു യവത്തപ്പം ആണ്ട് ഉരുണ്ടു വരുന്നു. എങ്ങോട്ട് വന്ന് ചാടി? മിദ്യാനരുടെ പടക്കളത്തിലേക്ക് വന്ന് യവത്തപ്പം വന്ന് വീണു. അത് പാച്ചൽ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടി എല്ലാം സ്ഥലം വിട്ടു. ഈ സ്വപ്നം കണ്ടു. നേരം വെളുത്ത് ഇസ്രായേലിൽ ചെല്ലുമ്പം പടക്കളം ശൂന്യമായിട്ട് കിടക്കുന്നു. അവർ യുദ്ധം ജയിച്ചു, എല്ലാം പെറുക്കി കൊണ്ടുപോകുന്നു. ഞാനൊരു ചിന്ത പറയാം. എന്തോ അപ്പം വന്ന് യവത്തപ്പം. ഗോതമ്പിനേക്കാൾ വിലക്കുറവാന്നേ യവത്തപ്പത്തിന്. ഈ യവത്തപ്പത്തിന് എന്തോരം വലിപ്പം കാണുമെന്ന് വെച്ചാൽ, നമ്മുടെ തട്ട് ദോശ കണ്ടിട്ടില്ലേ? എന്തോരം ഉണ്ട്? ആ ഒഴിക്കുന്ന ചട്ടുകത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ തട്ട് ദോശ. ഇച്ചിരൂടെ പരന്നാൽ സാധാ ദോശയായി, കുറച്ചുകൂടെ പരന്നാൽ മസാല ദോശയായി, കുറച്ചുകൂടെ പരന്നാൽ നെയ് റോസ്റ്റായി. നെയ് റോസ്റ്റൊക്കെ വരുന്ന വരവ് കണ്ടോണ്ട് അയ്യോ. നമ്മൾ ചെന്നിരിക്കുമ്പോൾ, ഞാൻ ഈ വെജിറ്റേറിയൻ കടയിലാണ് കയറുന്നത്. ചെന്നപ്പം ഒരാൾ ചോദിച്ചു, സാർ എന്താ വേണ്ടത്? അപ്പം നമ്മൾ പറഞ്ഞു ഒരു മസാല ദോശ. വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്. ഇപ്പം ആരും കേൾക്കണ്ടാലോ എന്ന് കരുതിയ ഇവനങ്ങോട്ട് ചോദിച്ചു ഒരു മസാല ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ മേടിച്ചു. ആ കടയിൽ ഓർഡർ എല്ലാവരും അറിഞ്ഞു നമ്മളെന്തോ ഓർഡർ ചെയ്തേന്നില്ലയോ. ഇനി നെയ് റോസ്റ്റൊക്കെ വരുന്ന വരവ് കണ്ടോണം. ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്കും ദക്ഷിണ ധ്രുവത്തിലേക്ക് തുടങ്ങി. ആണ്ട് ഈ പണ്ട് ഈ സ്കഡ് മിസൈൽ പോകുന്ന പോലെ വരുന്നത്. ചിലർ മമ്മി കുത്തി വെച്ചിട്ട് നമ്മൾ പിന്നെ തുറന്നൊക്കെ കയറുന്നത്. ഈ സാധനം വരുമ്പം നമ്മൾ ഇത്രയും വലിയ സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ 10 ഗ്രാം മാവ് കൊണ്ട് നമ്മളെ നാണിപ്പിക്കുന്ന ഒരു ദോശ ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? വെജിറ്റേറിയൻ കടക്കാരന് പറ്റും. ഇത്രയും പിടികിട്ടിയല്ലോ. ശരി, നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവുക. 220 ഏക്കർ വരുന്ന ഒരു മിദ്യാന്യ പാളയത്തെ തകർക്കാൻ അത്രയും വലിപ്പമുള്ള ദോശ ഏത് കല്ലേ ചുട്ടു? ആ കല്ലാണ് ഈ കല്ല് കേട്ടോ. ആ കല്ലാണ് ഈ കല്ല്.
ഈ മുമ്പിൽ നിൽക്കുന്ന ഒരാളൊരു സ്വോത്രം പറഞ്ഞു, ഞാൻ കേട്ടില്ല. അപ്പോൾ അതൊരു തട്ടുദോശയുടെ വലിപ്പമായിട്ടുള്ളൂ കേട്ടോ. നിങ്ങളൊരു സ്വോത്രം പറ, മസാല ദോശയുടെ വലിപ്പമായി. വലിപ്പമായിട്ട് കൂടിട്ട് കേട്ടോ. ഇനി ഇപ്പുറത്തൊരു സ്വോത്രം പറ, അപ്പോൾ അത് ഇച്ചിരൂടെ വലിപ്പമായി. ഇങ്ങനെ ഒരു കുളത്തിലേക്കൊരു കല്ലെടുത്തുമ്പം ഓളം കരയിൽ ചെല്ലില്ല, കുറച്ച് ദൂരേ കൂടും. എടുത്ത് ഇട്ടോണ്ടിരുന്നാൽ ഓളം കരയിൽ ചെല്ലും. അർത്ഥം വല്ലതും മനസ്സിലായോ? ഇന്ന് ഈ 5-ാമത്തെ ദിവസം സ്റ്റേജിൽ നിൽക്കുന്ന പിള്ളാരും ഇവിടെ നിൽക്കുന്ന ആളുകളും ചേർന്ന് വേറെ ഒരു പണിയും ചെയ്യണ്ട, യവത്തപ്പം അങ്ങ് ഉണ്ടാക്കിക്കോ, സ്തോത്രം അങ്ങ് പറഞ്ഞോ, അതിനെ കയ്യും കാലും വെപ്പിച്ച് ഉരുട്ടി വിടാൻ പോവുകയാ. നിന്റെ തലയ്ക്ക് വില പറഞ്ഞു കിടക്കുന്ന മിഥ്യാന ശക്തികൾ, നീ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ് പുറത്തോട്ട് വാടി, നിന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ, സറൗണ്ടിൽ 10 കിലോമീറ്റർ സറൗണ്ടിൽ നിങ്ങളുടെ തലയ്ക്ക് വില പറയുന്ന മിഥ്യാന ശക്തികളുടെ പാളയത്തിന് നേരെ ഒരല്പസമയം സ്വന്തം യവത്തപ്പങ്ങ് ഉരുട്ടിവിട്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ രാജ്യങ്ങളെ